നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കണ്ണടച്ച് കർത്താവിലേക്ക് നോക്കാൻ സ്നേഹം നിറഞ്ഞ പിതാവേ യേശുവേ, അവിടുന്ന് ഞങ്ങൾ മധ്യത്തിലുള്ളതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ മുമ്പാകെ ഞങ്ങളെ വീണ് വണങ്ങുന്നു. കർത്താവേ നന്ദി യേശുവേ നന്ദി. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണം, സ്നേഹത്താൽ നിറയ്ക്കണം. അവിടുന്ന് പാതാളത്തെയും മരണത്തെയും പിശാചിനെയും എല്ലാം ജയിച്ച ജയാളിയായ കർത്താവായ ഞങ്ങളോട് കൂടെ ഉള്ളതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പിശാചിൻ്റെ തല തകർക്കപ്പെട്ടതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുത്തെ അതേ ജയത്തോടെ ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങൾ അവിടുത്തെ വചനത്തിലേക്ക് നോക്കുമ്പോൾ അന്ത്യകാലത്ത് ഇത് ക്രിസ്തുവിൻ്റെ സമയത്തുള്ള പല കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾക്കത് വേണ്ടവണ്ണം ഗ്രഹിക്കുവാൻ കർത്താവേ, ഞങ്ങൾ ആ കാലയളവിൽ ആ കാര്യങ്ങളെല്ലാം ജ്ഞാനത്തോടെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ശ്രദ്ധയോടെ ഇരുപ്പാൻ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാ യേശു കർത്താവിൻ്റെ വിലയേറിയ മാത്രമേയുള്ള നാമത്തിൽ തന്നെ ആമീൻ. അപ്പോൾ നമ്മൾ വെളിപാട് പുസ്തകം 13 അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മൾ സാധാരണ പെട്ടെന്നൊരു കഥ ഇതുവരെ എന്ന് പറയുന്നത് പോലെ ഒരു സംക്ഷിപ്തമായിട്ട് പറയുവാണെങ്കിൽ, യോഹന്നാൻ അപ്പോസ്തലൻ, കർത്താവിന് മറുപടി ചാരിയിരുന്ന യോഹന്നാൻ അപ്പോസ്തലൻ 90 വയസ്സിന് മേലെ പ്രായമുണ്ടായിരുന്ന അദ്ദേഹത്തെ ക്രിസ്തു വിരോധികൾ പത്മോസ് ദ്വീപിലേക്ക് ഏകദേശം 96 AD ആ സമയത്ത് നാട് കടത്തുന്നതും, ആ പത്മോസ് എന്ന് പറഞ്ഞ ദ്വീപ് എന്ന് പറഞ്ഞാൽ അത് മധ്യധരണ്യാഴി എന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ സീ എന്നൊക്കെ പറഞ്ഞാൽ മിക്കവർക്കും നമുക്ക് ഭൂഗോളം ഭൂമിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇന്ത്യയിലാണ് ഉള്ളത്, നമ്മൾ കേരളത്തിലാണ് ഉള്ളത്. കേരളം ഇന്ത്യയിലാണ് ഉള്ളത്. ഇന്ത്യ ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ് ഉള്ളത്. അങ്ങനെ 7 ഭൂഖണ്ഡങ്ങളുണ്ട്. അപ്പോൾ ഏഷ്യയുണ്ട്, യൂറോപ്പുണ്ട്. യൂറോപ്പിലാണ് ഇംഗ്ലണ്ടും ഒക്കെ ഉള്ളത്, യൂറോപ്യൻ രാജ്യങ്ങൾ, ജർമ്മനി, ഫ്രാൻസ് എന്നൊക്കെ പറഞ്ഞത്. അപ്പം ആ യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും ഏഷ്യയുടെ ഒരു ഭാഗമാണ് ഇസ്രയേൽ. നമ്മൾ പലപ്പോഴും ക്രിസ്തീയത എന്ന് കേൾക്കുമ്പോൾ പലരുടെ ആരോപണം എന്ന് പറഞ്ഞാൽ അതൊരു വിദേശ മതമാണ്, അത് പാശ്ചാത്യ രാജ്യത്തു നിന്ന് വന്നതാണെന്നൊക്കെ. പക്ഷേ യഥാർത്ഥത്തിൽ ക്രിസ്തീയത, യേശു കർത്താവ് ഭൂമിയിൽ അവതരിച്ചപ്പോൾ നമ്മുടെ ഭൂഖണ്ഡമായിട്ടുള്ള ഏഷ്യയിൽ തന്നെയാണ് ഇസ്രയേലും ഉള്ളത്. ആ ഇസ്രയേലിലാണ് കർത്താവ് വന്നത്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ അതൊരു പാശ്ചാത്യ ആയിട്ടുള്ളൊരു മതമോ കാര്യങ്ങളൊന്നുമല്ല. നമ്മളുടെ ഏഷ്യയിൽ നിന്ന് തന്നെ ഉള്ള ആ ഒരു ദൈവപുത്രൻ, ദൈവം തന്നെ മനുഷ്യനായിട്ട് അവതരിച്ച ആ ഒരു കാര്യം നമുക്ക് ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം. അപ്പോൾ ആ ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും ഇടയിലുള്ള ആ സമുദ്രം, ആ മെഡിറ്ററേനിയൻ സീ, മധ്യധരണ്യാഴി എന്ന് നമ്മൾ പറയും. അതിൻ്റെ ഒരു ഇലോങ്ങേറ്റഡ് എംബേയ്മെൻറ്റ്, അല്ലെങ്കിൽ ആ മധ്യധരണ്യാഴിയുടെ ഒരു ഭാഗമാണ് ഏജിയൻ കടൽ, ഏജിയൻ സീ. ആ ഏജിയൻ സീയിലുള്ള ഒരു ദ്വീപാണ് പത്മോസ് ദ്വീപ്. അപ്പോൾ ആ പത്മോസ് ദ്വീപിൽ യോഹന്നാൻ അപ്പോസ്തലൻ, അതായത് ഇസ്രയേലിൽ നിന്ന് പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുന്നു. അവിടെ ഒരു റോക്കി ബാരൻ ഐലൻഡ്, വളരെ വരണ്ട ഒരു ഊഷരഭൂമിയായിട്ടുള്ള പാറക്കെട്ടുകൾ നിറഞ്ഞൊരു ദ്വീപ്. അവിടെ ഈ 90 വയസ്സിലേറെയുള്ള ഈ ഒരു വല്യപ്പച്ചൻ ആയിട്ടുള്ള യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ നാടുകടത്തപ്പെടുന്നത്. എങ്കിലും അദ്ദേഹം അവിടെ ഒരു പരാതി വെറുപ്പോ, ദൈവമേ ഇത്രയും നാൾ ഞാൻ ഇതിനെ സേവിച്ചിട്ട് എന്നെ ഈ ഒരു ഗതിയിലാക്കിയല്ലോ എന്ന് പറഞ്ഞൊരു പരാതിയോ ചോദ്യം ചെയ്യലോ വെറുപ്പോ ആയിരുന്നില്ല. മറിച്ച് താന് ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേയിരുന്നത് കൊണ്ട്, എപ്പോഴും പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ടുകൊണ്ടേയിരുന്നത് കൊണ്ട് ആത്മാവിലായിരുന്നു. ആ കർത്തൃദിവസത്തിൽ ആത്മാവിലായിരുന്നപ്പോൾ, ആത്മവിവശനായിരുന്നപ്പോൾ എന്നൊക്കെ മലയാളം പരിഭാഷയിൽ തെറ്റായിട്ട് പരിഭാഷപ്പെടുത്തിയെന്ന് ഞാൻ പറയേണ്ടി വരും. എന്ന് വെച്ചാൽ വിവശത എന്നുള്ളൊരു വാക്കേ ഗ്രീക്കിലില്ല. ഐ വാസ് ഇൻ ദ സ്പിരിറ്റ്. എൻ ന്യൂമ, എന്ന് പറഞ്ഞാൽ ഇൻ, ന്യൂമ എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ്. ഐ വാസ് ഇൻ ദ സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. ഞാൻ ആത്മാവിലായിരുന്നപ്പോൾ, എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിരുന്നപ്പോൾ എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അല്ലാതെ എന്തോ വിവശതയായിട്ട്, എന്തോ ഒരു അവശതയായിട്ട് ആയിപ്പോയി എന്നുള്ളൊരു അർത്ഥത്തിലേ അല്ല അവിടെ എഴുതിയിരിക്കുന്നത്. മലയാള പരിഭാഷയിൽ വന്നിട്ടുള്ളൊരു മിസ്റ്റേക്ക് എന്ന് വേണമെങ്കിൽ പറയാതെ, ആത്മവിവശനായിരുന്നപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ അത് ഒരുപക്ഷെ അവരുദ്ദേശിക്കുന്നത് ആത്മാവിന് അധീനനായിരുന്നപ്പോൾ ഒരു അർത്ഥത്തിനായിരിക്കും ഒരുപക്ഷെ അന്നത്തെ പണ്ഡിതന്മാർ, മലയാള പണ്ഡിതന്മാർ സത്യവേദ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെ അയക്കിയത്. പക്ഷേ ഇന്നത്തെ ഭാഷയിൽ നമ്മൾ വിവശത എന്നൊക്കെ പറയുമ്പം ഒരു അവശത, വിവശതയൊക്കെ നമ്മൾ അങ്ങനെ ആ ഒരു അർത്ഥത്തിലാണ് പലരും ഇപ്പം ഈ ഇംഗ്ലീഷിൽ ഐ വാസ് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിലായിരുന്നപ്പോൾ എന്ന് കേട്ടപ്പോൾ ചില മലയാളികളുടെ സൗകര്യങ്ങൾ അങ്ങനെയായിരുന്നു ഇംഗ്ലീഷിൽ. ഞങ്ങളിതൊക്കെ ആത്മവിവശനായിരുന്നപ്പോൾ വായിച്ചപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്തോ ഏതാണ്ട് വിവശതയായിട്ട് അവശനായിട്ട് എന്തോ ആയിപ്പോയി എന്നുള്ള കാര്യമാണ്. അങ്ങനെ ഒരു സഹോദരൻ പറയുന്ന, വർഷങ്ങൾക്ക് മുമ്പ് പറയുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പം നമ്മളെ പരിഭാഷകളെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഗ്രീക്ക് റൂട്ട് മീനിങ് ഒക്കെ അറിയാൻ നമുക്ക് സിമ്പിളായിട്ടുള്ള ആപ്സും അതിനുള്ള റിസോഴ്സസും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മളത് മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് നിറവിലായിരുന്നപ്പോൾ അവിടുന്ന്
യേശു കർത്താവ് തന്നെ യോഹന്നാന് തന്നെ വെളിപ്പെടുത്തി. യേശുവിൻ്റെ ഒരു ദർശനം 1-ാം അധ്യായത്തിൽ, വെളിപ്പാട് 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അന്നത്തെ ഏഷ്യ മൈനറിലുള്ള, ഏഷ്യ മൈനർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തുർക്കി പ്രദേശം, അതും ഈ പത്മോസ് ദ്വീപിൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള കടലിനപ്പുറമുള്ള സ്ഥലങ്ങളാണ് ഈ ഇപ്പോഴത്തെ തുർക്കി പ്രദേശം എന്ന് പറഞ്ഞാൽ. അവിടെയുള്ള 7 സഭകളാണ് എഫേസസ്, പെർഗമം, തയത്തിറ, സാർദിസ്, സ്മിർന, ഫിലാദൽഫിയ, ലവോദിസ്യ. അങ്ങനെ 7 സഭകളിലേക്കുള്ള ദൂതുകൾ പരിശുദ്ധാത്മാവ് യേശു കർത്താവിലൂടെ അത് യോഹന്നാൻ അപ്പോസ്തലന് നൽകുന്നത്, യോഹന്നാൻ അപ്പോസ്തലന് എഴുതി വെക്കുന്ന ആ കാര്യങ്ങളാണ് വെളിപാട് 2-3 അധ്യായങ്ങൾ നമ്മൾ വായിക്കുന്നത്. വെളിപാട് 4-ാം അധ്യായം ആകുമ്പോഴത്തേക്കും സ്വർഗത്തിലൊരു തുറന്ന വാതിൽ താൻ ദർശിക്കുന്ന ഒരു കാര്യമാണ് നമ്മളവിടെ വെളിപാട് 4-ാം അധ്യായത്തിൽ കാണുന്നത്. വെളിപാട് 3-ാം അധ്യായത്തിൻ്റെ അവസാനം ലവോദിക്യ സഭയുടെ അവസ്ഥ കണ്ട ആരും കരഞ്ഞു പോകുന്ന രീതിയിലുള്ള അവസ്ഥയാണ്. അവിടെ യേശുവിന് പോലും സഭയിൽ പ്രവേശനമില്ലായിരുന്നു. യേശു കർത്താവ് പോലും സഭയുടെ വാതിൽക്ക് നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുക, ആരെങ്കിലും ഒന്ന് കഥ തുറന്നാൽ ഞാൻ ഉള്ളിൽ പ്രവേശിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് സഭയുടെ വെളിയിൽ നിന്നുകൊണ്ട് ലവോദിക്യ സഭയുടെ ഏറ്റവും പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു ലവോദിക്യ സഭ. അതൊക്കെ അറിഞ്ഞ് ഇതെല്ലാം എഴുതി ആത്മാവിലെ ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദൈവികമായ ദുഃഖം യോഹന്നാൻ അപ്പോസ്തലനിൽ നിറഞ്ഞു കാണും. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് സ്വർഗത്തിലൊരു വാതിൽ, അവിടെ ഒരു പ്രത്യാശയുടെ ഒരു വാതിൽ, ആഖോർ താഴ്വരയിൽ പ്രത്യാശയുടെ വാതിൽ ഞാൻ തുറക്കുമെന്ന് ഹോശിയ 2:15 നമ്മൾ കഴിഞ്ഞ കോൺഫറൻസിൽ ജോജി പറയുന്നത് കേട്ടതുപോലെ ആഖോർ താഴ്വര എന്ന് പറഞ്ഞാൽ അത് വാലി ഓഫ് ട്രബിൾ, ഒരു ഭാരത്തിൻ്റെ, പ്രയാസത്തിൻ്റെ, ആഖോർ എന്നുള്ള വാക്കിനർത്ഥം പ്രയാസം, ട്രബിൾ എന്നാണ്. അപ്പോൾ ആ പ്രയാസങ്ങളുടെ താഴ്വരയിലാണ് ആ പ്രയാസം. ആഖോർ താഴ്വരയെക്കുറിച്ചൊക്കെ ന്യായാധിപന്മാരുടെ പുസ്തകം, ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിലൊക്കെ ആഖോർ താഴ്വരയ്ക്ക് അങ്ങനെ പേര് വരാൻ കാരണമൊക്കെ ആഖാൻ പാപം ചെയ്ത് ആഖാനെയും ഫാമിലിയൊക്കെ ദൈവത്തിൻ്റെ ന്യായവിധി പ്രകാരം അവരെ അവിടെ മരിച്ച് കുഴിച്ചിടുന്ന ഒരു സ്ഥലമാണ് ആഖോർ താഴ്വര. ഏറ്റവും അസ്ഥികൾ നിറഞ്ഞ, അതുപോലെ ആരും പോകാൻ ഇഷ്ടപ്പെടാത്തൊരു താഴ്വരയാണ് ആഖോർ താഴ്വര. അവിടെ ആണ് പ്രത്യാശയുടെ ഒരു വാതിൽ തുറക്കുമെന്ന് അവിടെ ഹോശിയ 2:15 നമ്മുടെ ജീവിതത്തിലും പല ആഖോർ താഴ്വരകൾ ഇനി പ്രത്യാശയ്ക്ക് വകയില്ല, എല്ലാം അങ്ങ് ആപ്പാടെ തകർന്ന തരിപ്പണമായി ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് കർത്താവ് നമ്മളുടെ സ്വയബലം എല്ലാം തീർന്ന് നമ്മൾ രാവന്തിയോളം മീൻ പിടിക്കാൻ നോക്കിയിട്ട് ഒന്നും കിട്ടിയിരുന്ന ശിഷ്യന്മാർ പറഞ്ഞതുപോലെ നമ്മളുടെ ആ സ്വയത്തിൻ്റെ നെല്ലിപ്പലകിൽ എത്തുന്ന ആ സമയത്ത് ആ യോഹന്നാൻ 5-ാം അധ്യായത്തിലെ ആ ഒരു തളർവാദക്കാരനായിട്ടുള്ള ആ മനുഷ്യന് ഒത്തിരി 38 വർഷമായിട്ട് പുള്ളി അവിടെ ആ ബെഥെസ്ദ കുളക്കരയിൽ കിടക്കുവാണ്. ആരെങ്കിലും തന്നെ ഈ കുളത്തിലേക്ക് ഇറക്കും, വെള്ളം കലങ്ങുമ്പോൾ എന്ന് പറഞ്ഞ് എനിക്ക് ആരുമില്ല, എന്നെ കൊണ്ടൊന്നും ഒന്നും പറ്റത്തില്ല എന്നുള്ള ആ ഒരു സ്ഥിതിയിലെത്തിയപ്പം കർത്താവ് വന്ന് സൗഖ്യമാക്കി എന്ന് പറഞ്ഞതുപോലെ അവിടെ ഏറ്റവും നമ്മളുടെ ഒരു 0 പോയിന്റിലാണ് കർത്താവിൻ്റെ പ്രവൃത്തി തുടങ്ങുന്നത്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളെ തന്നെ ദൈവം നമുക്ക് വെളിച്ചം തന്നെടുത്തോളം നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ടും 0 ആയിട്ട് താഴ്ത്തുന്നു എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നതിൻ്റെ കാരണം, അങ്ങനെ താഴ്ത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുന്നത് നമുക്ക് അനുഭവിക്കാനൊക്കെ. അപ്പം അങ്ങനെ വെളിപാട് 4:1 അവിടെ ഒരു ആഖോർ താഴ്വരയിൽ പറഞ്ഞാൽ ലവോദിക്യ സഭയുടെ ആ ഒരു അവസ്ഥയും കണ്ട് യോഹന്നാൻ അതുപോലെ ഒരു ഹൃദയഭാരത്തോടെ ഇരിക്കുമ്പോൾ അവിടെ സ്വർഗത്തിലൊരു തുറന്ന വാതിൽ, പ്രത്യാശയുടെ വലിയൊരു വാതിൽ, അത് ഞാൻ തന്നെയാണ് ആ വാതിൽ എന്നൊക്കെ കർത്താവ് യോഹന്നാൻ 10-ാം അധ്യായത്തിൻ്റെ 7-9 വാക്യങ്ങളിൽ ഞാനാകുന്നു ആടുകളുടെ വാതിൽ എന്ന്, ഐ ആം ദ ഡോർ ഓഫ് ദ ഷീപ്പ് എന്നൊക്കെ കർത്താവ് അവിടെ യോഹന്നാൻ 10-9 വാക്യങ്ങളിൽ പറയുന്ന ആ പ്രത്യാശയുടെ വാതിൽ കർത്താവ് തന്നെ. ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ ഒരു തുറന്ന വാതിൽ വെച്ചിരിക്കുന്നു, അത് ആർക്കും അടയ്ക്കാൻ കഴിയില്ലെന്നൊക്കെ വെളിപാട് 3-ന്റെ 10-ാമത്തെ വാക്യത്തിൽ ഫിലാദൽഫ്യ സഭയോട് പറയുന്ന കാര്യമൊക്കെ നമുക്കറിയാം. അപ്പം അങ്ങനെ ആ യേശു ആകുന്ന ആ തുറന്ന വാതിലിലൂടെ ആ സ്വർഗത്തിൻ്റെ ദർശനം, സ്വർഗത്തിൽ അവിടെ പിതാവിനെ ആരാധിക്കുന്ന രംഗമാണ് നമ്മൾ വെളിപാട് 4-ാം അധ്യായത്തിൽ കാണുന്നത്. പിതാവിനെ ആരാധിക്കുന്നത് പോലെ തന്നെ പുത്രനെ ആരാധിക്കുന്നതാണ് വെളിപാട് 5-ാം അധ്യായത്തിൽ കാണുന്നത്. പിതാവിൻ്റെ കരങ്ങളിലുള്ള ആ മുദ്രയിടപ്പെട്ട പുസ്തകം, ആ പുസ്തക ചുരുൾ, 7 മുദ്രകൾ, ആ മുദ്ര പൊട്ടിക്കാൻ ജയിച്ചവനായ യേശുവിന് മാത്രമേ യോഗ്യതയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വെളിപാട് 5-ന്റെ 5 കണ്ടിട്ട് ആ കർത്താവ് ആ മുദ്രകൾ ഓരോന്നായിട്ട് പൊട്ടിക്കുന്ന കാര്യമാണ് നമ്മൾ വെളിപാട് 6-ാം അധ്യായത്തിൽ കാണുന്നത്. ആദ്യത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഇത് ക്രിസ്തുവിൻ്റെ വെളിപ്പെടൽ, ഈ ചിലർ പറയും വ്യാജസിദ്ധൻ എന്നൊക്കെ പറയും. ഇപ്പോൾ ആരോ പറഞ്ഞു വ്യാജസിദ്ധൻ എന്ന് പറയുന്നതിന് ഒറിജിനൽ സിദ്ധൻ ആരാണ്ടുണ്ടോ എന്ന് ചോദിച്ചതുപോലെ ഇവനൊരു വ്യാജനാണ്, വ്യാജ ഡോക്ടർ, വ്യാജ മരുന്ന് എന്നൊക്കെ പറയുന്നത് പോലെ ക്രിസ്തുവിനെ അനുകരിക്കുന്ന ഒരു വ്യാജനായിട്ട് വളരെ ഒരു സർവ്വസമ്മതനായിട്ടുള്ള, വളരെ പോപ്പുലറായിട്ടുള്ള, വളരെ കഴിവുകളും താലന്തുകളും ഒക്കെ ഉള്ള ഒരു ഭയങ്കര കരിസ്മാറ്റിക് അല്ലെങ്കിൽ ഭയങ്കര ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കും ഈ ലോക ഭരണാധികാരിയായിട്ട് വെളിപ്പെടുന്ന എതിർ ക്രിസ്തു. അവനൊരു വെള്ള കുതിരമേൽ, കറുത്ത കുതിരമേലൊന്നുമല്ല, വെള്ള കുതിരമേൽ അവർ വരുന്നത്. യേശുവും വെള്ള കുതിരമേൽ വരുന്നതൊക്കെ നമ്മൾ
വെളിപാട് 19 അധ്യായത്തിൻ്റെ 13 വാക്യത്തിലൊക്കെ നമ്മൾ യേശുവും വെള്ളക്കുതിരമേൽ വരുന്നതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. വെളിപാട് നമ്മളതൊക്കെ കണ്ടിട്ടുള്ളതാണ്, ഞാനത് പെട്ടെന്ന് പറയുന്നുള്ളതേ ഉള്ളൂ. വെളിപാട് 19ൻ്റെ 11 വാക്യത്തിലെ വെള്ളക്കുതിരമേൽ അവിടെ യേശു വരുന്നത് നമ്മൾ വായിക്കുന്നത്. അതേപോലെ കർത്താവിനെ അനുകരിച്ചുകൊണ്ട് ഇവനും ഒരു വെള്ളക്കുതിരമേൽ വലിയ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ് എന്ന വണ്ണം വന്ന് അവതരിച്ച് ആൾക്കാരെല്ലാം വഞ്ചിച്ച് കൊണ്ടുപോകുന്ന കാര്യമൊക്കെയാണ് ഇപ്പം നമ്മൾ വെളിപാട് 13 ഡീറ്റെയിൽ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന്. അതിൻ്റെ ആ ഒരു സൂചന പെട്ടെന്ന് നമ്മൾ വെളിപാട് 6 അധ്യായത്തിൽ കണ്ടു. പിന്നെ 2ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോഴത്തേക്ക് അവിടെ വലിയ യുദ്ധം, പിന്നെ 3ാമത്തെ മുദ്രയിലെ വലിയ ക്ഷാമം, 4ാമത്തെ മുദ്രയിലെ ഒരുപാട് മരണങ്ങൾ, പല ബാധകളാൽ ഒരുപാട് മരണം നടക്കുന്നു. അവിടെ ഭൂമിയിൽ 4% 1/4 അങ്ങ് മരണത്തിന് കീഴടങ്ങുന്നതായിട്ടുള്ള കാര്യമൊക്കെ നമ്മളവിടെ 8ാമത്തെ വാക്യം വെളിപാട് 6ൻ്റെ 8 കാണുന്നു. അവിടെ 1/4 ഓഫ് ദ എർത്ത്, ജനസംഖ്യയുടെ 25% മരണത്തിന് കീഴടങ്ങുന്ന കാര്യമൊക്കെ നമ്മളവിടെ വെളിപാട് 6ൻ്റെ 8 കാണുന്നു. അതിനുശേഷമുള്ള മഹോപദ്രവത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ 5ാമത്തെ മുദ്രയിൽ കാണുന്നു. 6ാമത്തെ മുദ്രയിൽ കർത്താവിൻ്റെ 2ാമത്തെ വരവ്, കർത്താവിൻ്റെ 2ാമത്തെ വരവിന് തൊട്ട് മുമ്പായിട്ട് 7ാം അധ്യായത്തിൽ യഹൂദന്മാരിലെ ശേഷിപ്പായിട്ടുള്ള ഒരു 144,000 പേരെ 12 ഗോത്രങ്ങളിൽ നിന്ന് 12,000 വെച്ചുള്ള ആൾക്കാരെ സീൽ ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ വെളിപാട് 7ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 8 വാക്യങ്ങൾ കാണുന്നു. പിന്നെ കർത്താവിനെ സ്വീകരിക്കുന്ന ആ സഭ പല ജാതികളെ, വംശങ്ങൾ, ഭാഷകളിൽ നിന്നുള്ളവരെല്ലാം കർത്താവിനെ സ്തുതിക്കുന്ന ആ ഒരു രംഗമൊക്കെ വെളിപാട് 7ൻ്റെ 9 മുതൽ നമ്മൾ കാണുന്നു. നിത്യതയോളമുള്ള ആ ഒരു കർത്താവ് തരുന്ന ആശ്വാസത്തെക്കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ട് പിന്നെ 7ാമത്തെ മുദ്രയുടെ കാര്യം നമ്മൾ കാണും. അപ്പം 6ാമത്തെ മുദ്രയിലെ കർത്താവിൻ്റെ 2ാമത്തെ വരവ്, കുഞ്ഞാടിൻ്റെ ക്രോധം ദിവസം വരാൻ പോകുന്നു എന്നുള്ളൊരു സൂചന 6ാമത്തെ മുദ്രയിൽ നമ്മൾ കാണുന്നുണ്ട് വെളിപാട് 6ൻ്റെ 16, 17 വാക്യങ്ങളിൽ. എന്നാൽ 7ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന ആ ഒരു രംഗം നമ്മൾ വെളിപാട് 8ാം അധ്യായത്തിൽ കാണുമ്പോൾ അവിടെ ഒരു അരമണിക്കൂർ സൈലൻസ് എന്ന് വെച്ചാൽ ദൈവം ചെയ്യുന്ന ഒരു അസാധാരണ കാര്യമായിട്ടാണ് ഈ ന്യായവിധി. ദൈവത്തിന് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കാര്യമല്ല, വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ നീതിയിൽ ദൈവം ചെയ്യുന്ന ഒരു ന്യായവിധി. അപ്പോൾ ആ ന്യായവിധിക്ക് മുമ്പാകെ, ദൈവത്തിൻ്റെ ന്യായവിധിക്ക് മുമ്പാകെ, ദൈവത്തിൻ്റെ ആ ന്യായവിധിക്ക് മുമ്പാകെ ദൈവത്തിൻ്റെ ആ ക്രോധം ഭൂമിയിലേക്ക് ഒഴിക്കപ്പെടുന്നതിന് മുമ്പായിട്ട് സഭ എടുക്കപ്പെടും. എന്നാൽ സാത്താൻ്റെ ക്രോധം ഇത് ക്രിസ്തുവിലൂടെ വ്യാപരിക്കുന്ന മഹോപദ്രവത്തിൻ്റെ ആ സമയത്ത് സഭ കടന്നു പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ വചനം നിഷ്പക്ഷമായിട്ട് കാണുമ്പോൾ നമ്മൾ മനസ്സിലാവുന്നത്. അപ്പോൾ ആ 8ാം അധ്യായത്തിൽ 7ാമത്തെ മുദ്രയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. 7ാമത്തെ മുദ്രയിൽ 7 കാഹളങ്ങൾ, 7 ദൂതന്മാർ ഊതുന്ന കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നു. ആദ്യത്തെ 4 കാഹളങ്ങളെക്കുറിച്ച്, അതിൻ്റെ ന്യായവിധിയുടെ പല വംശങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ 8ാം അധ്യായത്തിൽ വായിച്ചിട്ട് 9ാം അധ്യായത്തിൽ 5, 6 കാഹളങ്ങൾ ഊതുന്നു. അതിൻ്റെ ന്യായവിധിയും കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നു. 10ാം അധ്യായത്തിൽ പിന്നെ ആ 8ാമത്തെ കാഹളത്തെക്കുറിച്ച്, 7ാമത്തെ കാഹളത്തെക്കുറിച്ച്, 8ാമത്തെ കാഹളമില്ല, 7 കാഹളങ്ങളേ ഉള്ളൂ. 7ാമത്തെ കാഹളത്തെക്കുറിച്ച് പിന്നെ നമ്മൾ വെളിപാട് 11ൻ്റെ 15 മുതലാണ് വായിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് വെളിപാട് 10ാം അധ്യായത്തിൽ അവിടെ ഒരു ദൂതൻ എല്ലാം നിവൃത്തിയാകും എന്നുള്ളൊരു കാര്യമൊക്കെ ദൈവത്തെ ആണയിട്ട് പ്രതിജ്ഞ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അനന്തരം യോഹന്നാൻ അപ്പോസ്തലന് ഭക്ഷണം കഴിക്കാനായിട്ട് കൊടുക്കുന്നത് എന്താ? പുസ്തകച്ചുരുള. ഇതൊക്കെ അങ്ങ് ഭക്ഷിച്ചോളാൻ പറയുന്നുണ്ട്. വായിൽ അത് മധുരമാണെങ്കിലും വയറ്റി ചിലപ്പോഴത്തേക്കും കഴിക്കും. തന്നെ അതിനുശേഷം വീണ്ടും പ്രവചിക്കുന്നതും നമ്മളിലും ദൈവവചനം മധുരവും കയ്പും ഒക്കെ ആയിട്ട് നമ്മളുടെ ആത്മമനുഷ്യൻ്റെ ഭാഗമായിട്ട് തീരുമ്പോഴാണ് അത് നമുക്ക് പ്രവചനാത്മാവിൽ മറ്റുള്ളവരെ ആ വചനം കൊണ്ട് ഉത്സാഹിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അത് വീണ്ടും യോഹന്നാൻ അപ്പോസ്തലൻ പ്രവചിക്കുന്നതൊക്കെ വെളിപാട് 10ൻ്റെ 11ാമത്തെ വാക്യം മുതൽ കാണുന്നുണ്ട്. പിന്നെ തുടർന്ന് പ്രവചിക്കുന്ന കാര്യങ്ങൾ ആ 11ാം അധ്യായം മുതൽ കാണുന്നത്. അവിടെ 11ാം അധ്യായത്തിൽ കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള 3.5 വർഷക്കാലമുള്ള 2 സാക്ഷികളെക്കുറിച്ച് വായിക്കുന്നു. മോശയുടെ ഏലിയാവിൻ്റെ ആത്മാവിലുള്ള ശുശ്രൂഷകളായിരിക്കും അവർക്കുള്ളത്. അവരുടെ ശുശ്രൂഷ തീർന്ന ശേഷം മാത്രമേ ഇത് ക്രിസ്തുവിനെ അവരെ കീഴടക്കാൻ സാധിക്കുന്നുള്ളൂ. അതിനുശേഷം അവർ 3 ദിവസം അവരുടെ ഡെഡ് ബോഡീസ്, അവരുടെ 3.5 ദിവസം, 3 ദിവസമല്ല 3.5 ദിവസം, വെളിപാട് 11ൻ്റെ 9 3.5 ദിവസം അവരുടെ ഡെഡ് ബോഡീസ് അവിടെ യെരുശലേം തെരുവീഥികളിൽ കിടക്കുന്ന ഒരു കാര്യം ലോകമെങ്ങും ഇൻ്റർനെറ്റിലൂടെ കാണുന്നുള്ള കാര്യമാണ് കാണുന്നത്. ലോകമെങ്ങും കാണുന്ന പറയുമ്പോൾ ടി വിയിലൂടെ ഇൻ്റർനെറ്റിലൂടെയൊക്കെ ലോകമെങ്ങും കാണുന്നുള്ള കാര്യം ഇന്നത്തെ 21ാം നൂറ്റാണ്ടിൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് ശ്വാസം കിട്ടുന്നത്, ഇവർ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തോട് ചേർക്കപ്പെടുന്ന കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ 7ാമത്തെ കാഹളത്തെക്കുറിച്ചാണ് നമ്മൾ 15ാമത്തെ വാക്യം മുതൽ, വെളിപാട് 11ൻ്റെ 15 മുതൽ വായിക്കുന്ന 7ാം കാഹളത്തിലാണ്. അവിടാണ്
ദൈവമക്കൾക്കുള്ള പ്രതിഫലം കൊടുക്കുന്നത്. അവിടെ കർത്താവിൻ്റെ ആ സഹസ്രാബ്ദ വാഴ്ച തുടങ്ങുവാണ്. ആ സഹസ്രാബ്ദ വാഴ്ചയുടെ സമയത്ത് സാത്താനെ അഗാധ കൂപത്തിലൊക്കെ കൊണ്ടുപോയി തള്ളിയിടും എന്നുള്ള കാര്യമൊക്കെ വെളിപാട് 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആ 1000 വർഷക്കാലം ഭരണത്തിന് ശേഷമാണ് അവിശ്വാസികൾക്കുള്ള ശിക്ഷാവിധിയെക്കുറിച്ചും അവരെ തീപ്പൊയ്കയിലേക്ക് സാത്താനെയും എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും അവൻ്റെ കൂടെയുള്ള എല്ലാ കൂട്ടരെയും അവരെ പിൻപറ്റിയ ആയിരങ്ങളെ കോടിക്കണക്കിന് ആളുകളെയെല്ലാം നരകവും എല്ലാം അങ്ങ് തീപ്പൊയ്കയിലേക്ക് തള്ളപ്പെടുന്ന ഒരു രംഗമൊക്കെ വെളിപാട് 20-ാം അധ്യായത്തിന് അവസാനം നമ്മൾ കാണുന്നു. അതിനുശേഷമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും 21-ാം അധ്യായത്തിലെ കുഞ്ഞാടിൻ്റെ കല്യാണം, ആ ഒരു നിത്യത, കർത്താവിനോടൊപ്പമുള്ള ആ ഒരു നിത്യമായിട്ടുള്ള യുഗങ്ങൾ, കർത്താവിനോടൊപ്പമുള്ള വാസം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ കാണുന്നു. പിന്നെ 12-ാം അധ്യായത്തിൽ ഇസ്രയേലിനെ നമ്മൾ കാണുന്നു. ഇസ്രയേലിൻ്റെ സന്തതിയായിട്ട് വന്ന യേശുവിനെ ഒടുക്കി കളയാൻ വേണ്ടി സാത്താൻ പഠിച്ച പണി 18 നോക്കുന്നു. സാത്താന് ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവനിന്നും പ്രകൃത്യാതീതമായിട്ടുള്ള സൂപ്പർ നാച്ചുറൽ പവേഴ്സ്, യോബിൻ്റെ പുസ്തകത്തിൽ ആകാശത്ത് നിന്ന് സ്വർഗത്തിൽ നിന്ന് തീയിറക്കാൻ സാത്താന് സാധിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. എന്നാൽ ദൈവം അനുവദിച്ചാലേ അവന് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ അവന് വലിയ ശക്തികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവൻ ദൈവത്തിന് പ്രധാന ദൂതനായിരുന്നപ്പോൾ അവന് ശക്തികളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ശക്തിയൊന്നും അവൻ സാത്താനായി തീർന്നപ്പോൾ ദൈവം തിരിച്ചെടുത്തിട്ടില്ല. നമ്മൾ ആർക്കെങ്കിലും കൊടുത്ത ഗിഫ്റ്റ് അവർക്ക് നമ്മളോട് പിണക്കുമെന്ന് അറിയുമ്പോൾ നിങ്ങൾ ആ ഗിഫ്റ്റ് ഇങ്ങനെ തിരിച്ചു കൊണ്ട് തരാൻ നമ്മൾ പോലും പറയത്തില്ല. അപ്പോൾ പിന്നെ ദൈവം നമ്മളെക്കാട്ടിൽ എത്ര മാന്യനായതുകൊണ്ട് സാത്താന് കൊടുത്ത ഗിഫ്റ്റുകളൊന്നും തിരിച്ചെടുത്തിട്ടില്ല. അവൻ ആ ഗിഫ്റ്റ് കൊണ്ടാണ് ഇന്ന് എല്ലാവരെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവന് ചില പ്രകൃത്യാതീത ശക്തികളുണ്ട്. പക്ഷെ അത് ദൈവം അനുവദിക്കാതെ ഒരിക്കലും സംഭവിക്കത്തില്ല. ദൈവം അനുവദിക്കാതെ ഇപ്പം എന്തെങ്കിലുമൊക്കെ ഇപ്പം തന്നെ യോബിൻ്റെ മക്കളെയൊക്കെ കൊല്ലുവാൻ സാത്താന് സാധിച്ചു. പക്ഷെ അത് എപ്പോഴേ സാധിച്ചുള്ളൂ? ദൈവം വേലി പൊളിച്ചപ്പോൾ മാത്രമേ സാധിച്ചുള്ളൂ. യോബ് 1-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അതുപോലെ ആകാശത്ത് തീയിറക്കാൻ അവന് എല്ലാത്തിനും അങ്ങ് കഴിയുന്ന അവനെ എന്നേ ദൈവമക്കളെല്ലാം കൂടെ തീയിട്ട് കൊല്ലാൻ നോക്കിയാണ്. പക്ഷെ അവനൊന്നും പറ്റത്തില്ല. പിതാവ് അനുവദിക്കാതെ ഒരു അധികാരമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം എന്നാൽ ദൈവം ചില സമയത്ത് ദൈവം ചെറുതായിട്ടൊന്ന് അനുവദിക്കും, നമ്മളുടെ ഒന്ന് ഫെയ്ത്ത് സ്ട്രോങ് ആവാനും. നമ്മളെ ഈ സൂപ്പർ നാച്ചുറൽ റെലം എന്നൊക്കെ പറയുന്നതൊരു റിയൽ ആയിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളൊരു കാര്യം. അതായത് ഈ പാതാളത്തിൻ്റെ സാത്താനെ പലപ്പോഴും പല ദൈവമക്കൾക്കും പലരും സാത്താനും അങ്ങനെയുള്ള കാര്യമൊക്കെ നിങ്ങളിപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുവാണോ എന്ന് ചിലർ ചോദിക്കും. അപ്പോൾ അങ്ങനോട് നമ്മൾ പറയും, നിങ്ങൾ ഇന്ന് സാത്താനെ ആരാധിക്കുന്ന ആൾക്കാരോട് ചോദിക്കുക, അവരോട് ചോദിക്കും നിങ്ങൾ സാത്താൻ സത്യമാണോ ഇല്ലയെന്ന്, അവരതിനല്ലേ ആരാധിക്കുന്നത് എന്നുള്ളൊരു മറുചോദ്യം ഞാൻ ചോദിച്ചിട്ടുള്ളതൊക്കെ ഓർക്കുന്നുണ്ട്. അപ്പം എന്നാൽ പക്ഷെ അവന് ദൈവം അറിയാതെ ദൈവം അനുവദിക്കാതെ ആ ഒരു ദൈവം അനുവദിക്കുന്ന അളവിൽ മാത്രമുള്ള ചെറിയൊരു കാര്യമേ ഉള്ളൂ. എന്നാൽ ദൈവം അനുവദിക്കാതെ അവനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. നമ്മുടെ തലയിൽ ഒരു തലമുടി പൊഴിയണമെങ്കിൽ പോലും നമ്മുടെ പിതാവ് അറിയാതെ സംഭവിക്കുന്നില്ല. അപ്പോൾ അവന് ശക്തിയുണ്ട്. എന്നാൽ അവനെ ക്രൂസിൽ ഹി വാസ് റെൻഡേഡ് പവർലെസ്. അവനെ ശക്തിഹീനനാക്കി, അവനെ പാരലൈസ് ചെയ്തു എന്നവണ്ണം. ഒരു പാമ്പിൻ്റെ തല അടിച്ച് തകർത്തു. ആ പാമ്പ് ജീവനോടുണ്ട്. അത് വാലിട്ട് ആട്ടിക്കൊണ്ടിരുന്ന ആൾക്കാരെ പേടിപ്പിക്കാനും വഞ്ചിക്കാനും ഒക്കെ നോക്കുന്നുണ്ട്. അവന് ആ ഒരു തരത്തിലുള്ളൊരു ശക്തിയുണ്ട്. ദൈവം അനുവദിക്കുന്ന തരത്തിൽ അവന് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ നമ്മളായിട്ട് അവന് ഇടം കൊടുക്കരുത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ എഫേസ്യർ 4:27 നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ തുടർന്നല്ല നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. നമ്മളായിട്ട് ജഡത്തിന്, ലോകവ്യവസ്ഥയ്ക്ക്, അങ്ങനെ ലോകത്തിന് അധിപതിയായിട്ടുള്ള പിശാചിന് നമ്മൾ പാപത്തിലൂടെ ഇടം കൊടുക്കുമ്പോഴാണ് അവൻ പിന്നെ അധികാരവും പറഞ്ഞുകൊണ്ട് ഉണക്കമീനുള്ളടുത്ത് പൂച്ച വരുമെന്ന് ചോദിച്ചു പേർ പറഞ്ഞതുപോലെ ഉണക്കമീൻ്റെ മണം കേട്ട പൂച്ചയെ പ്രത്യേകം ക്ഷണിച്ച് വരുത്തേണ്ട കാര്യമൊന്നുമില്ല. പൂച്ച ആ മണം കെട്ടിഞ്ഞ് വരിക എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പാപത്തെ താലോലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചില കയ്പ്, വിരോധം, അശുദ്ധി, ചില നിരാശ, ചില പരാതി, പെറുപെറുപ്പ്, മറ്റുള്ള വിധിക്കുന്ന മനോഭാവം, അവർ നിഗളം, അമ്പട ജ്ഞാനി, അയ്യോ പാവം ജ്ഞാനി, അങ്ങനെയുള്ള പല പല കർത്താവിന് ചേരാത്തതായിട്ടുള്ള പല കാര്യങ്ങളെയും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഉണക്കമീൻ്റെ സ്മെല്ല് കിട്ടുമ്പോഴത്തേക്കും പൂച്ച വരുന്നെന്ന് പറഞ്ഞതുപോലെ സാത്താനെ കുറിയടിച്ച് വിളിക്കാതെ തന്നെ അവൻ കയറി വന്നിട്ട് നമ്മളിൽ ആ ഒരു തലത്തിൽ ശക്തി എടുക്കാൻ, ആധിപത്യം പറയാൻ, അല്ലെങ്കിൽ നമ്മളേതെങ്കിലും രീതിയിൽ നമ്മുടെ ആത്മാവിലേക്ക് അവന് പ്രവേശനമില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലുള്ളത്. എന്നാൽ നമ്മുടെ ദേഹിയുടെയും ദേഹത്തിൻ്റെയും തലത്തിൽ, നമ്മുടെ ദേഹിയുടെ തലത്തിൽ നമ്മുടെ ചിന്താമണ്ഡലത്തെ, നമ്മുടെ വികാരങ്ങളെ, നമ്മളുടെ തീരുമാനങ്ങളെയൊക്കെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ ദേഹത്തിൽ എന്തെങ്കിലുമൊക്കെ ചില അസ്വസ്ഥതകളോ ചില രോഗാവസ്ഥകളോ ഒക്കെ കൊണ്ടുവരാൻ, അതും ഉള്ള കാര്യങ്ങളൊക്കെ അവന് ചെയ്യാം. പിന്നെ ദൈവം തന്നെ അനുവദിച്ച് രോഗം ദൈവത്തിൽ നിന്നുള്ളതല്ല, മറിച്ച് അത്
ദൈവം ഈ ശാപഗ്രസ്തമായ ഭൂമിയിൽ സാത്താനെ അനുവദിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ജഡത്തിന്റെ ശൂലമെന്ന് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ കാണുമ്പോൾ അവിടെ സാത്താന്റെ ഒരു ദൂതനെ അനുവദിച്ചു എന്നുള്ളൊരു കാര്യം അവിടെ നമ്മൾ ഈ ജഡത്തിന്റെ ശൂലത്തെക്കുറിച്ച് അത് സാത്താന്റെ ഒരു ദൂതനായിട്ട് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് നമുക്കറിയാം. അപ്പം അത് സാത്താന്റെ ദൂതനാണ്, പക്ഷേ എങ്കിലും ദൈവം അനുവദിക്കാതെ നമ്മളുടെ ജീവിതത്തിൽ അവനൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സാത്താനെ പേടിക്കേണ്ട ആവശ്യമില്ല. അവൻ തല തകർക്കപ്പെട്ടവനാണ്. നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി പരിശുദ്ധാത്മ നിറയപ്പെട്ടവരാണെങ്കിൽ, ആ സമാധാനത്താൽ നമ്മൾ നിറയപ്പെട്ടവരാണെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് സമാധാനം. ആ സമാധാനത്തിൻ്റെ ദൈവം സാത്താനെ വേഗത്തിൽ നമ്മുടെ കാൽക്കീഴിൽ ചതച്ച് ചമന്തിയാക്കും എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായത്തിന് 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയും വീണ്ടും നമ്മൾ കണ്ടത്. അവൻ്റെ തലയെ കർത്താവ് കൽവരി ക്രൂശിൽ തകർത്തു. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചതയ്ക്കാൻ കർത്താവ് ഓരോ ദിവസവും നമുക്ക് കർത്താവ് നമ്മളെ അധികാരപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പിശാചിൻ്റെ സകല ശക്തിയുടെയും മേൽ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു എന്നൊക്കെ നമ്മൾ എവിടെ വായിക്കുന്നേ? ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിലാണ് നമ്മളത് വായിക്കുന്നത്. 10-ാം അധ്യായം ലൂക്കോസ് 10-19 നമ്മൾ ഇതിനു മുമ്പൊക്കെ പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുള്ള വാക്യം തന്നെ. പാമ്പിൻ്റെയും തേളിൻ്റെയും ദുഷ്ടൻ്റെ സകല അധികാരത്തിന് മേലെ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. അത് ലൂക്കോസ് 10-19 പാമ്പുകളും തേളുകളും ഒക്കെ ഈ സാത്താന്യമായ ശക്തികളെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. പാമ്പിൻ്റെ രൂപത്തിലാണ് അവന് ഹവ്വയെ പ്രലോഭിപ്പിക്കാൻ വന്ന കാര്യമൊക്കെ നമ്മൾ ഉൽപ്പത്തി 3-ൽ വായിക്കുന്നുണ്ടല്ലോ. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രു ആരാ? പിശാചിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. അവന് ബലമുണ്ട്, പക്ഷേ അതിൻ്റെ മേലുള്ള അധികാരം ആർക്കാ ഉള്ളത്? നമുക്കാ ഉള്ളത്. പക്ഷേ ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. നത്തിങ് വിൽ ഇൻജുർ യു. നമുക്ക് ദോഷം വരുത്തുവാൻ ദൈവം അനുവദിക്കുകയില്ല. നമ്മൾ ദൈവത്തിന് കീഴ്പ്പെടുക, പിശാചിനോട് എതിർത്ത് നിൽക്കുക, അവൻ നമ്മളെ വിട്ടോടിപ്പോകുക എന്നുള്ള കാര്യമാണ് യാക്കോബ് 4:7 നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന് കീഴടങ്ങുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ട് മുമ്പത്തെ വാക്യം യാക്കോബ് 4:7 ഇത് പറയുന്നത്. അതിന് തൊട്ട് മുമ്പത്തെ വാക്യം യാക്കോബ് 4:6 ഇപ്പം കഴിഞ്ഞ സൺഡേ സാങ്ക്ബേർ അവിടെ RLCF കാലിഫോർണിയയിലാണ്, സാൻ ഫ്രാൻസിസ്കോയിൽ നമ്മുടെ RLCF സന്തോഷ് പിന്നമ്പതിൻ്റെ ചേർച്ചിൽ അവിടെ സാങ്ക്ബേർ പറഞ്ഞ മെസ്സേജ് ഈ കൊളോസ് 2:14 ഈ സാത്താൻ്റെ മേലുള്ള വിജയത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ഞായറാഴ്ച ബ്രദറും സംസാരിച്ചത്. നിങ്ങൾ പലരും കണ്ടു കാണും, അല്ലെങ്കിൽ നമുക്ക് ആ മെസ്സേജ് ഞാൻ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യാം. സീറ്റൻ ഈസ് എ ഡിഫീറ്റഡ് എനിമി എന്ന് പറഞ്ഞ് സാങ്ക്ബേർ നമ്മൾ പറഞ്ഞ ആ കാര്യങ്ങൾ അതിലും ആഴത്തിലുള്ള കാര്യങ്ങളൊക്കെ ബ്രദർ അവിടെ അമേരിക്കയിൽ കഴിഞ്ഞ ഞായറാഴ്ച മെസ്സേജായിട്ട് ഷെയർ ചെയ്തേക്കുന്നത്. അപ്പം അതിനകത്ത് ഞാനതിൻ്റെ മൊത്തം ഞാൻ കേട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ മെസ്സേജ് കേൾക്കുന്ന സമയമുള്ളത്. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, ഉച്ചഭക്ഷണം വൈകിട്ടാണ് കഴിച്ചത്, അതുപോലെ തിരക്കായിരുന്നു. അപ്പം വൈകിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കേട്ടപ്പം യാക്കോബ് 4:7 പിശാച് നമ്മളെ വിട്ട് ഓടിപ്പോകും, ദൈവത്തിന് കീഴടങ്ങും എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പത്തെ വാക്യം എന്താ? യാക്കോബ് 4:6 ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു എന്നുള്ള കാര്യം യാക്കോബ് 4:7 വാക്യം നമ്മൾ വായിക്കുന്നു. അപ്പം താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നേ, നിഗളികളോട് എതിർത്ത് നിൽക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആകയാൽ എന്ന് പറഞ്ഞാണ് സബ്മിറ്റ് therefore to God. therefore what is it therefore? എന്തുകൊണ്ട് ആകയാൽ? അതിന് തൊട്ട് മുമ്പ് നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കും. നമ്മൾ നിഗളിയായിട്ട് ഞാൻ വലിയ ആളാ, നിഗളിയായിട്ട് സാത്താനെ എതിർത്ത് നിൽക്കാൻ നോക്കിയാൽ സ്കേവാപുത്രന്മാരുടെ അവസ്ഥയായിരിക്കും. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ. എന്ന് നമ്മെ തന്നെ താഴ്ത്തി, കർത്താവെ അവിടുത്തെ താഴ്മയുള്ളവർക്കാണല്ലോ കൃപ നൽകുന്നത്, എന്നെ തന്നെ ഒരു വട്ടപൂജ്യമായിട്ട് 0 ആയിട്ട് എന്നെ തന്നെ താഴ്ത്തുന്നു എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാകുന്ന ആ കൃപ നമ്മളിൽ നിറഞ്ഞ് നമുക്ക് പിശാചിനോട് എതിർത്ത് നിൽക്കാൻ പറ്റും. ഐ റെസിസ്റ്റ് യു ഡെവിൾ ഇൻ ദ നെയിം ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഹി വിൽ ഫ്ലീ അവേ ഫ്രം us. അവന് നമ്മളെ വിട്ട് ഏത് സ്പീഡിൽ ഓടിപ്പോകുന്നു ചോദിച്ചാൽ 3 to 10⁻⁸ മീറ്റർ/സെക്കൻഡിൽ ഓടിപ്പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ? അതാണ് ലൈറ്റിൻ്റെ സ്പീഡ്. ആ ലൈറ്റ്നിങ് പോലെയാണ് അവൻ സ്വർഗത്തിൽ നിന്ന് 3-ാം സ്വർഗത്തിൽ നിന്ന് 2-ാം സ്വർഗത്തിലേക്കും പിന്നെ 2-ാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇനിയിപ്പം എതിർക്രിസ്തുവിൻ്റെ വെളിപ്പെടലിൻ്റെ തൊട്ട് മുമ്പാകെ പതിക്കുന്ന ഒരു രംഗമൊക്കെ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. ലൂക്കോസ് 10-ാം അധ്യായത്തിലെ കർത്താവ് ലൈറ്റ്നിങ് പോലെ അവൻ വീണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ ലൈറ്റ്നിങ്ങിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 3 to 10⁻⁸ മീറ്റർ/സെക്കൻഡ് ലൈറ്റിൻ്റെ സ്പീഡ്. അപ്പോൾ ആ സ്പീഡിലാണ് അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകുന്നത്. നമ്മളെ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എതിർത്ത് നിൽക്കുമ്പോൾ അവന് നമ്മളെ പേടിയാണ്. നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയോടെ കർത്താവിൽ നമ്മളതിനെ സമർപ്പിച്ച് ഒരു ശുദ്ധ മനസ്സാക്ഷിയോടെ കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് ആത്മാവ് നിറയപ്പെട്ട് വചനത്താൽ നിറയപ്പെട്ടായിരിക്കുവാണെങ്കിൽ അവൻ നമ്മളെ ഏറ്റവും അധികം പേടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൻ നമ്മളെ വിട്ട് ഓടിപ്പോവും.
അപ്പം ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പം അങ്ങനെ പിശാച് ഈ യേശുവിനെ ഒടുക്കി കളയാൻ വേണ്ടി, വെളിപാട് 12-ാം അധ്യായത്തിൽ യേശുവിനെ ഒടുക്കി കളയാൻ വേണ്ടി അവൻ പഠിച്ച പണി 18 നോക്കുന്നതും അവനൊന്നും സാധിക്കാതെ വന്നതും, പിന്നെ അവസാനം എതിർ ക്രിസ്തു വെളിപ്പെടുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് മിഖായേലിൻ്റെ നേതൃത്വത്തിൽ സ്വർഗീയ സേന പിശാചിനെയും ദൂതന്മാരെയൊക്കെ ഇപ്പോൾ ഉള്ള ആ 2ാം സ്വർഗത്തിലുള്ള അവൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് താഴെ ഭൂമിയിലേക്ക് തള്ളിയിടും. ഭൂമിയിൽ അവന് അണയാൻ പോകുന്ന തിരി ആളിക്കത്തു എന്ന് പറയുന്നത് പോലെ വെളിപാട് 12-12 വലിയ ക്രോധത്തോടെ വന്ന് ഇസ്രായേലിനെതിരെ, പിന്നെ ഇസ്രായേലിനെ ദൈവം അങ്ങ് എയർലിഫ്റ്റ് ചെയ്ത് എയറോപ്ലെയിനിൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് കൊണ്ടുപോയി പോഷിപ്പിക്കുന്നതാണ് വെളിപാട് 12-14 നമ്മൾ വായിക്കുന്നത്. അപ്പം എന്ത് ചെയ്യും? അവൻ പിന്നെ ബാക്കി ഇസ്രായേലിലെ ബാക്കി സന്തതികളായിട്ടുള്ള ദൈവമക്കളെ അവൻ പീഡിപ്പിക്കാൻ നോക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ എതിർ ക്രിസ്തുവിൻ്റെ കാര്യമാണ് നമ്മൾ വെളിപാട് 13-ാം അധ്യായത്തിന് ആദ്യത്തെ 10 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. 11-ാമത്തെ വാക്യം മുതൽ വേറൊരു മൃഗത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. അതാണ് കള്ളപ്രവാചകൻ, ദ ഫോൾസ് പ്രോഫറ്റ്. ഒത്തിരി കള്ളപ്രവാചകന്മാരുണ്ടായിട്ടുണ്ടെന്ന് ദ ഫോൾസ് പ്രോഫറ്റായിട്ട് അന്ത്യകാലത്ത് അതുപോലെ അതുപോലെ ഭൂമിയിലുള്ള ഭൂവാസികളെ ദൈവജനത്തെ പോലും അവൻ തെറ്റിക്കാൻ നോക്കും. പക്ഷേ എന്നാൽ ഭൂമിവാസികളായിട്ടുള്ളവരെയാണ് അവൻ വഞ്ചിക്കുന്നത്, ഭൂമിയിൽ വാസമായിട്ടുള്ളവർ. എന്നാൽ നമ്മൾ സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടവരായിട്ട്, ആത്മാനം നിറഞ്ഞ സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടവരായിട്ട് ജീവിക്കുകയാണെങ്കിൽ അവനെ നമ്മൾ വഞ്ചിക്കാൻ സാധിക്കില്ല. ഭൂമിയുള്ളവരെല്ലാം അവൻ്റെ പിന്നാലെ പോകുന്ന കാര്യം ഒക്കെയാണ് നമ്മൾ 3-ാമത്തെ വാക്യം, വെളിപാട് 13-ന്റെ 3-ാമത്തെ വാക്യം, ഹോൾ എർത്ത് വാസ് അമേസ്ഡ് ആൻഡ് ഫോളോഡ് ആഫ്റ്റർ ദ ബീസ്റ്റ്. അവൻ്റെ ആ വാക്കുകളെക്കുറിച്ച് വീണ്ടും വീണ്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ. എൻ്റെ 5-ാമത്തെ വാക്യത്തിലൊക്കെ ആരഗൻ വേർഡ്സ്, നമ്മൾ എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ സംസാരിക്കുന്ന കർത്താവ് മത്തായി 12-ന്റെ 34-35 വാക്യങ്ങളിൽ പറയുന്നത് പോലെ നമ്മളുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ യഥാർത്ഥത്തിൽ ഒരു ദൈവത്തിനെ സംബന്ധിച്ചോളം ആത്മാവിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കവിഞ്ഞ് ആ പരിശുദ്ധാത്മാവ് തരുന്ന ആ അട്രൻസസ് ആണ് നമ്മളുടെ വായിലൂടെ, ദേഹിയിലൂടെ, നമ്മുടെ ദേഹത്തിലൂടെ, അതായത് നമ്മുടെ വായിലൂടെ പുറത്തു വരേണ്ടത്. എന്നാൽ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ജഡത്തിന് അവസരം കൊടുക്കുന്ന, സ്വയത്തിന് ഇടം കൊടുക്കുന്ന ദൈവമക്കളാവട്ടെ, അല്ലെങ്കിൽ അവിശ്വാസികളുടെ കാര്യമാവട്ടെ, അവരുടെ ഹൃദയം നിറഞ്ഞു കവിയുന്നെന്ന് പറഞ്ഞാൽ, ഹൃദയം എന്നുള്ള വാക്ക് ആത്മാവിനെ സൂചിപ്പിക്കുന്നതായിട്ട്, ആത്മാവിനെ ദേഹിയും ചേർന്ന് സൂചിപ്പിക്കുന്നതായിട്ട് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. അപ്പം ആത്മാവിനെ വിശ്വാസികളെ സംബന്ധിച്ചുള്ള ആത്മാവ് അവരുടെ ഡെഡായിട്ടിരിക്കുകയാണ്, മരിച്ച അവസ്ഥയിൽ. പിന്നെ അവരുടെ ദേഹിയിൽ ഉള്ള ഇതായിട്ടുള്ള ആശയങ്ങളും കാര്യങ്ങളും ചിലപ്പോൾ അവർ മാന്യമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഓഫ്കോഴ്സ് വിശ്വാസികളെന്ന് പറയുന്നവരെക്കാട്ടിലും മാന്യമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് നമുക്കറിയുന്നത്. അത് അവരുടെ ആ യുക്തിയിൽ ബേസ് ചെയ്ത് അവർ മാന്യമായിട്ട് അവരുടെ ആ കൾച്ചർ കാരണം, അവരുടെ സംസ്കാരം കാരണം അവർ മാന്യമായിട്ട് സംസാരിക്കാൻ ശീലിച്ചു, അവരങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ മാന്യമായിട്ടുള്ള വാക്കുകളാണെങ്കിലും ആകാത്ത വാക്കുകളാണെങ്കിലും അവർ സ്വയത്തിൽ നിന്ന് അവർക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ സ്വയത്തിൽ നിന്നുള്ള പലപ്പോഴും നിഗളത്തിൻ്റെയും പരാതിയുടെയും പെറുവെറുപ്പിൻ്റെയും അവിശ്വാസത്തിൻ്റെയും പല വിഷലിപ്തമായ വാക്കുകളാണ് അവരുടെ വായിൽ നിന്ന് വരുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ജഡമാണ്, ആത്മാവിലല്ല അവർ ജീവിക്കുന്നത്, മറിച്ച് ജഡമാകുന്ന തിരശ്ശീലയിൽ നിന്നാണ് അവരുടെ പ്രചോദനം. അപ്പോൾ അതിൽ നിന്ന് ദേഹിയിലുള്ള ചിന്തകളും വികാരങ്ങളും തീരുമാനങ്ങളും ഒക്കെ അതിനാൽ ജഡത്തിൻ്റെതായ സ്വയത്തിൻ്റെതായ രീതിയിലുള്ള പല കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ എതിർ ക്രിസ്തു ഈ പിശാച്, അതായത് പിശാചിൻ്റെ ശക്തി ഉള്ള, പിശാചിൻ്റെ അധികാരത്തോടെ, പിശാചാണ് ഇവന് അധികാരമൊക്കെ കൊടുത്തതെന്നുള്ള കാര്യമൊക്കെ നമ്മൾ 4-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. മൃഗത്തിന് അധികാരം കൊടുത്തുകൊണ്ട് അവർ മഹാസർപ്പത്തെ നമസ്കരിച്ചു. അപ്പം മഹാസർപ്പം ആകുന്ന പിശാചാണ് എതിർ ക്രിസ്തുവിന് അധികാരം കൊടുത്തത്. അപ്പം എതിർ ക്രിസ്തുവിനെ പോലെ ആരുണ്ട്? മൃഗത്തോട് തുല്യനായിരുന്നു. നമ്മൾ മൃഗത്തോട് തുല്യനായിരുന്നു പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറപ്പ്, മൃഗത്തോട് തുല്യനായിരുന്നു. നമ്മൾ ഹൂ ഈസ് ലൈക്ക് യു ജീസസ് നമ്മൾ പാടുന്നത് പോലെ അവർ ചിലപ്പോൾ അവർ ചിലപ്പോൾ അല്ല, അവർ മൃഗത്തോട് തുല്യനായിരുന്നായിരിക്കത്തില്ല, അവർ മാന്യമായിട്ടുള്ളൊരു പേരായിരിക്കും എതിർ ക്രിസ്തുവിനുള്ളത്. അപ്പോൾ അങ്ങയോട് തുല്യനായിരുന്നൊക്കെ ആയിരിക്കും അവർ പാടുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പാടുന്നത് മൃഗത്തോട് തുല്യനാര്, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയും? 4-ാമത്തെ വാക്യം. അങ്ങനെ മൃഗത്തെയും മഹാസർപ്പത്തെയൊക്കെ ഈ ഭൂവാസികൾ നമസ്കരിക്കുന്ന കാര്യമൊക്കെയാണ് വെളിപാട് 13-4 നമ്മൾ വായിക്കുന്നത്. അതിനുശേഷം അവർ 5-6 വാക്യങ്ങളിൽ അവനെ ദൈവത്തിനെതിരായിട്ടൊക്കെ വീണ്ടും അവർ ദൂഷണം പറയുന്ന കാര്യമൊക്കെ 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. ദൈവത്തിൻ്റെ നാമത്തെയും അവൻ്റെ കൂടാരത്തെയും ദൈവത്തിൻ്റെ കൂടാരം എന്ന് പറയുമ്പോൾ സ്വർഗീയ കൂടാരം, പിന്നെ ഭൂമിയിലെ അവൻ്റെ കൂടാരമായിട്ടുള്ള സഭ, ദൈവമക്കളും ദൈവത്തിൻ്റെ ഒരു സമാഗമന കൂടാരമാണ്. നമ്മളുടെ ദേഹം, ദേഹി, ആത്മാവെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു സമാഗമന കൂടാരമാണ്. അപ്പോൾ അതിനൊക്കെ എതിരെ
ഉള്ള അവൻ്റെ ദൂഷണമാണ്. സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദൂഷിക്കുവാൻ ദൈവദൂഷണത്തിനായിട്ട് വാതുറന്ന ചിലർ കള്ളവേ പറയത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ വാതുറന്ന ഇവൻ ദൈവദൂഷണം, ദൈവത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ള കാര്യമാണ് 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. പിന്നെ 7-ാമത്തെ വാക്യത്തിൽ 7-ാമത്തെ വാക്യം കൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞ ആഴ്ച. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത്, വിശുദ്ധന്മാർ ദൈവമക്കളെ കുറിക്കുന്ന വാക്യമാണ് വിശുദ്ധന്മാർ, ആഗിയാസ് എന്നുള്ള ആ പദം. അതേ പദം തന്നെയാണ് എഫേസ്യർ 1:1 വചനത്തിലുടനീളവും വിശുദ്ധന്മാരെന്നുള്ള വാക്ക് വീണ്ടും ജനിച്ച ദൈവമക്കളെ സൂചിപ്പിക്കുന്ന പദമാണ്. അപ്പം അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ എതിർക്രിസ്തു പുറപ്പെടുന്ന കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം ഭൂമിയിൽ എതിർക്രിസ്തുവിൻ്റെ വാഴ്ചയിൽ സഭയുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അവിടെ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യണമെങ്കിൽ വിശുദ്ധന്മാരുണ്ടായുണ്ടേ അവിടെ. അപ്പം ഭൂവാസികളെയൊക്കെ വഞ്ചിക്കുന്നു എന്ന സ്വർഗീയവാസികളായിട്ടുള്ള വിശുദ്ധന്മാരെ എതിരെ യുദ്ധം ചെയ്ത് അവരെ ജയിക്കുവാനും അവന് അധികാരം ലഭിച്ചു. ജയിക്കാൻ എങ്ങനെ അവരുടെ ആത്മാവിനെ ജയിക്കാനല്ല, അവരുടെ ശരീരത്തെ ജയിക്കാൻ എന്ന് പറഞ്ഞാൽ പല രക്തസാക്ഷിത്വങ്ങളും അതുപോലുള്ള മരണങ്ങളുമൊക്കെ ഉണ്ടാവുന്നു. 7-ാമത്തെ വാക്യം സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരമൊക്കെ ലഭിച്ചു. അതുപോലെ എല്ലായിടങ്ങളിലും ഭൂമിയിലൊട്ടാകെ ഒരു ഏകലോക ഭരണാധികാരിയായിട്ട് സകല ഗോത്രങ്ങളാവട്ടെ, വംശങ്ങളാവട്ടെ, ഭാഷകളാവട്ടെ, ജാതിമേലാവട്ടെയുള്ള അധികാരമൊക്കെ ലഭിച്ച് അവന് ഇങ്ങനെ വിശുദ്ധന്മാരെ അവരുടെ ശരീരത്തെ ജയിച്ചു. എന്നാൽ അവരുടെ ആത്മാവിനെയോ ദേഹിയോ അവന് ജയിക്കാൻ സാധിച്ചില്ല. അവർക്ക് ദൈവം ഒരു പുനരുദ്ധാന ശരീരം കൊടുക്കുമ്പോൾ അവൻ ഈ ശരീരത്തെ ജയിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള കാര്യം വെളിവാവുകയും ചെയ്യും. അവൻ മണ്ടനായിത്തീരും. പിന്നെ നമ്മൾ 8-ാമത്തെ വാക്യമാണ് ഇനി നമ്മൾ വായിക്കാനുള്ള. അധ്യായം 13 വാക്യം 8. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ലോകസ്ഥാപനം മുതൽ എന്ന പ്രയോഗം 2 കാര്യങ്ങൾ വ്യക്തമാക്കും. ഒന്ന്, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ടതാണ് കുഞ്ഞാട്. ക്രിസ്തുവിന്റെ കാൽവറി മരണം ദൈവത്തിന്റെ പുനർചിന്തയുടെ ഫലമായിരുന്നില്ല. അത് അപ്രകാരം സംഭവിക്കുമെന്ന് അറിഞ്ഞ് ലോകത്തെ സൃഷ്ടിക്കും മുമ്പേ ദൈവം മനുഷ്യന്റെ വീഴ്ചയ്ക്ക് പോംവഴി കണ്ടിരുന്നു. 2, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുകൾ എഴുതിയിരുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ നമ്മെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് എഫേസ്യർ 1:4 നാം വായിക്കുന്നു. അതിന്റെ അർത്ഥം ദൂതന്മാരെയോ ആദാമിനെയോ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവത്തിന് നമ്മെ പേര് സഹിതം അറിയാമായിരുന്നു എന്നാണ്. കഴിഞ്ഞുപോയ നിത്യതയിൽ തന്നെ ദൈവം എന്നേക്കും തൻ്റെതായിരിക്കാൻ നമ്മെ വിളിച്ചു. ഇതറിയുന്നത് ഏറെ ആശ്വാസകരമല്ലേ. ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുള്ളതിനാൽ ഇന്ന് എതിർക്രിസ്തുവിന്റെ ആത്മാവിന് മുമ്പിൽ തലകുനിക്കുവാൻ നാം വിസമ്മതിക്കുന്നു. ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കും. എതിർക്രിസ്തുവിന്റെ ആത്മാവ് ഇന്നേ വ്യാപരിക്കുന്നുണ്ട്. ആ ആത്മാവിൽ നിന്ന് ഇന്ന് നാം നമ്മെ തന്നെ നിർമ്മലീകരിക്കുന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങൾക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല തയ്യാറെടുപ്പ് അത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ വെളിപാട് 13-ന്റെ 8-ാമത്തെ വാക്യം നമ്മളിപ്പം വായിച്ച്, ലോകസ്ഥാപനം മുൻപേ, അതായത് ലോകത്തെ എല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പേ, അതായത് ദൂതന്മാരെയും ദൈവം പിന്നീട് മനുഷ്യരാശി ആദാമിനെ ഹവ്വയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ, ലോകസ്ഥാപനം മുതൽ അല്ലെങ്കിൽ ലോകസ്ഥാപനം മുമ്പേ, അതായത് ഹു ഹാസ് ബീൻ ഫ്രം ദ ഫൗണ്ടേഷൻ, ഫ്രം എന്നുള്ള വാക്ക് അപ്പോ എന്നുള്ളൊരു ഗ്രീക്ക് പദമാണ്. അപ്പോൾ ഫ്രം ഓഫ് അല്ലെങ്കിൽ ഓഫ് സെപ്പറേഷൻ എന്നെ കുറിക്കുന്ന ഒരു പദം, ഒരു പ്രൊപ്പോസിഷൻ അപ്പോ എന്നുള്ള ആ ഒരു വാക്ക് ഫ്രം. ലോകസ്ഥാപനത്തിന് മുന്നേ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേര് എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. അപ്പോൾ ആ ഒരു ഗ്രീക്കിലുള്ള ആ സെൻറ്റൻസ് 2 രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. 2 രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്താലും രണ്ടും സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, ലോകസ്ഥാപനത്തിന് മുന്നമേ ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ടുള്ള യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടു, അറുക്കപ്പെട്ടു എന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ പാപം ചെയ്തു, പിന്നെ 2000 വർഷത്തോളം, പിന്നെയും 4000 വർഷത്തോളം, ആദാമിന് ശേഷം 4000 വർഷത്തോളം കടന്നു പോയതിന് ശേഷം പെട്ടെന്ന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് ദൈവം ഒന്ന് ഓടിപ്പടച്ച് ഇനിയിപ്പോൾ അങ്ങ് പുത്രനെ അങ്ങ് അയക്കാം എന്ന് അപ്പം പെട്ടെന്ന് തീരുമാനിച്ചൊരു കാര്യമല്ല. മറിച്ച് ദൈവം ദൂതന്മാരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഇവൻ പ്രധാന ദൂതനായ ലൂസിഫർ അല്ലെങ്കിൽ സാത്താനെയൊക്കെ സൃഷ്ടിക്കുന്നതിനൊക്കെ മുമ്പും, ആദാമിനെ ഹവ്വയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ദൂതന്മാരെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവത്തിന് ആദ്യവും അന്തവും അറിയാവുന്ന ദൈവം. ഹി ലിവ്സ് ഇൻ ഇറ്റേണൽ പ്രസൻറ്റ്, നിത്യമായ വർത്തമാനകാലത്തിലാണ് ദൈവം സ്ഥിതി ചെയ്യുന്നത്. അപ്പം അവന് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഭാവി എന്ന് പറയുന്നതും ഭൂതകാലം എന്ന് പറയുന്നതും വർത്തമാനകാലം എന്നൊക്കെ പറയുന്നത് എല്ലാം ഒരു ഇറ്റേണൽ പെർസ്പെക്റ്റീവിലാണ് ദൈവം കാണുന്നത്. അപ്പം ഭാവിയിൽ
മനുഷ്യൻ പാപം ചെയ്യുമെന്നുള്ള കാര്യവും അതിന് പരിഹാരമായിട്ട് ദൈവം തന്നെ തൻ്റെ തൃത്വത്തിലെ രണ്ടാമനായ വചനമാകുന്ന ക്രിസ്തു തന്നെ, വചനമാകുന്ന അഭിഷിക്തനായ ക്രിസ്തു തന്നെ, യേശു കർത്താവ് രണ്ടാമൻ തന്നെ ഭൂമിയിൽ മനുഷ്യനായിട്ട് യേശുവായിട്ട് അവതരിക്കണം എന്നുള്ളൊരു കാര്യവും കർത്താവ് ക്രൂശിക്കപ്പെടണം എന്നുള്ള കാര്യമൊക്കെ ലോകസ്ഥാപനത്തിന് മുന്നമേ ഈ ഉലകത്തെ എല്ലാം സ്ഥാപിക്കുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ മുൻ നിർണയത്തിൽ ഉണ്ടായിരുന്നൊരു കാര്യമാണെന്നുള്ളൊരു കാര്യം, ദൈവത്തിൻ്റെ വലിയൊരു ഓംനിഷ്യൻസ്, എല്ലാം സർവജ്ഞതയെ കാണിക്കുന്നൊരു കാര്യം നമുക്ക് അത് വലിയൊരു ആശ്വാസം നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ ശരിക്കും ഇംഗ്ലീഷിൽ NASBയിൽ NKJVയിലൊക്കെ രണ്ട് രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ലോകസ്ഥാപനത്തിന് മുൻപേ അറുക്കപ്പെട്ട കുഞ്ഞാട്. അപ്പോൾ ആ ഒരു അർത്ഥം അത് ശരിയാണ്, കുഞ്ഞാട് ലോകസ്ഥാപനത്തിന് മുന്നമേ അറുക്കപ്പെട്ടു. അപ്പോൾ ആ ഒരു അർത്ഥത്തിലും ആ വചനം അങ്ങനെ അത് അന്വർത്ഥമാണ്, അത് ശരിയായിട്ടുള്ള കാര്യം തന്നെ. പിന്നെ വേറൊരു അർത്ഥത്തിൽ ഈ ട്രാൻസ്ലേഷൻ വേറൊരു അർത്ഥത്തിൽ ഗ്രീക്കിൽ എഴുതിയേക്കുന്ന ആ ഫ്രേസ് വേറൊരു അർത്ഥത്തിൽ നമുക്ക് എടുക്കാം. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ ലോകസ്ഥാപനത്തിന് മുന്നമേ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെ അതിനെ നമസ്കരിക്കും. അതായത് ഈ മൃഗത്തെ അല്ലെങ്കിൽ ഇത് ക്രിസ്തുവിനെ നമസ്കരിക്കും എന്നുള്ളൊരു കാര്യം. അതായത് നമ്മളുടെ പേര് ജീവപുസ്തകത്തിൽ എപ്പോഴാണ് എഴുതിയെന്ന് ചോദിച്ചാൽ എപ്പോഴാണ് നമ്മളങ്ങ് രക്ഷിക്കപ്പെട്ടപ്പോൾ പെട്ടെന്ന് ദൈവം ഓടിപ്പിടിച്ച് എന്നാൽ ഇത് ഒരാൾ രക്ഷിക്കപ്പെട്ടതിൻ്റെ അവൻ്റെ പേരെ എഴുതി വെച്ചേക്കാം എന്ന് വരച്ച് എഴുതി വെച്ചതല്ല. ദൈവം നമ്മളെ ഉലകസ്ഥാപനത്തിന് മുൻപേ ഉളവായൊരു അൻപാൽ നമ്മൾ ആ പാട്ടിൽ പാടുന്നത് പോലെ മഹൽ സ്നേഹം അത് എഫേസ്യർ 1:3-4 വാക്യങ്ങൾ നമുക്കറിയാം. ലോകസ്ഥാപനത്തിന് മുൻപേ ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ് ക്രിസ്തുവിൽ നമ്മളെ കർത്താവ് കണ്ടറിഞ്ഞ് സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആ എഫേസ്യർ 1:3-4 വാക്യങ്ങൾ നമുക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന കാര്യം. ഇപ്പോൾ നമ്മൾ അന്തിമ വിജയം പുസ്തകത്തിൽ വായിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള വീഴ്ചകളോ പരാജയങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ നേരിടുമ്പോഴും എല്ലാം നമ്മളെ കർത്താവ് എപ്പോഴാണ് തിരഞ്ഞെടുത്തേ? കർത്താവ് നമ്മളുടെ നന്മയും നമ്മൾ വലിയ ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ള വലിയ തീക്ഷ്ണതയുള്ള വിശ്വാസിയാവും എന്നൊക്കെ നമ്മളുടെ തീക്ഷ്ണതയോ നമ്മളുടെ നമ്മളിൽ എന്തെങ്കിലും ഒരു നന്മ കണ്ടിട്ടോ ഒന്നുമല്ല ദൈവം തിരഞ്ഞെടുത്തത്. ദൈവം ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കുകയും എന്നാണ് നമ്മൾ എഫേസ്യർ 1:4 വാക്യത്തിൽ നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ എത്തിയെടുക്കേണ്ടതിനെന്നും പറഞ്ഞ് നമ്മളിവിടെ വായിക്കുന്നത്. 3-ാമത്തെ വാക്യത്തിൽ സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവവും പിതാവുമായും വാഴ്ത്തപ്പെട്ടവെന്ന് പറഞ്ഞിട്ടാ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് ലോകസ്ഥാപനത്തിന് മുൻപേ. ദൈവം എങ്ങനെയാണ് തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ അക്കോർഡിംഗ് ടു ഹിസ് ഫോർ നോളജ് ആണ് തിരഞ്ഞെടുത്തതെന്നൊക്കെ നമ്മൾ 1 പത്രോസ് 1:2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം മുന്നമേ അറിഞ്ഞു ആരൊക്കെ കർത്താവിനെ നാം തിരഞ്ഞെടുക്കും എന്നുള്ള കാര്യം ദൈവം നമ്മളെ മുമ്പേ അറിഞ്ഞ് ദൈവം അങ്ങനെ തിരഞ്ഞെടുത്തു. നമ്മൾ നന്മയും തിന്മയും ചെയ്യുന്നതിന് മുമ്പേ യാക്കോബിനെയും ഏശാവിനെയും കാര്യത്തിൽ നന്മയും തിന്മയും ചെയ്യുന്നതിന് മുമ്പേ ദൈവം ഏശാവിനെ വെറുത്തു, യാക്കോബിനെ സ്നേഹിച്ചു എന്നൊക്കെ നമ്മൾ അവിടെ റോമർ 9 വായിക്കുമ്പോഴും ഏശാവ് എങ്ങനെയായിരിക്കും താൻ പിന്നീട് ചൂസ് ചെയ്യുന്നത്, യാക്കോബ് എന്തായിരിക്കും ചൂസ് ചെയ്യുന്നുള്ള കാര്യം ദൈവത്തിന് മുൻപേ അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ മുന്നറിവ് പ്രകാരം ദൈവം ചൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് കാൽവിനിസ്റ്റുകൾ പറയുന്ന പോലെ ദൈവം എന്തെങ്കിലും റാൻഡമായിട്ട് കുറേ പേര് അങ്ങ് തിരഞ്ഞെടുത്തതല്ല, ദൈവത്തിന് മുന്നമേ അറിയാമായിരുന്നു ആരൊക്കെ ദൈവത്തെ ചൂസ് ചെയ്യും, ആരൊക്കെ. ദൈവം നിഷ്പക്ഷനാണ്, ദൈവം പാർഷ്യാലിറ്റി, ദൈവത്തിന് മുഖപക്ഷമില്ല. അപ്പോൾ കർത്താവിൻ്റെ ആ സുവിശേഷത്തിൻ്റെ പ്രഭ ചെല്ലുമ്പോൾ, ആ വെളിച്ചം ചെല്ലുമ്പോൾ ആരൊക്കെ അതിനോട് റെസ്പോണ്ട് ചെയ്യും എന്നുള്ള കാര്യം, അത് റെസ്പോണ്ട് ചെയ്യാൻ ഉള്ളൊരു കപ്പാസിറ്റി ദൈവം തന്നെ മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. ഒരു വിൽ പവർ കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്രീ വിൽ അല്ലെങ്കിൽ ഒരു വിൽ പവർ കൊടുത്തിട്ടുണ്ട്, ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കഴിവിൽ അത് ദൈവം തന്നെ കൊടുത്ത കഴിവാണ് മനുഷ്യന് ദൈവത്തെ ചൂസ് ചെയ്യണോ അത് വേണ്ടായോ എന്നുള്ളൊരു കാര്യം. അത് പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. നമ്മളെ തന്നെ അങ്ങ് ചൂസ് ചെയ്യുമല്ലോ, നമ്മുടെ ശക്തി കൊണ്ട് ചൂസ് ചെയ്യുമല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ഉണ്ടാവും. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തോട് നമ്മളുടെ ഒരു കോപ്പറേഷൻ, നമ്മളുടെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ തിരഞ്ഞെടുക്കാനൊക്കെ ഉള്ളൂ. അപ്പം ദൈവത്തിനാണ് എല്ലാ മഹത്വവും ആദിയും അന്തവും ആൽഫയും ഒമേഗയും അവിടുന്ന് തന്നെ. എങ്കിലും
നമ്മളുടെ ഒരു പാർട്ടുണ്ട്, നമ്മളുടെ ഒരു ചോയ്സ് ഉണ്ട്. അല്ലെങ്കിൽ ദൈവം ഈ ഒരു ഒരു സാഡിസ്റ്റിക് ഡ്രാമ ഡയറക്ടർ മാതിരി, ഒരു സാഡിസ്റ്റിക് ഡിക്റ്റേറ്റർ മാതിരി കുറേ പേര് നരകത്തിൽ പോകാൻ വേണ്ടി ദൈവം ചൂസ് ചെയ്തു, കുറേ പേര് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ചൂസ് ചെയ്തു. ഇനിയിപ്പോൾ നിങ്ങൾ ദൈവം ഇങ്ങനെ പപ്പറ്റ് ഷോ കളിക്കുന്ന പോലെ നമ്മളെ ഇങ്ങനെ റോബോട്ട് മാതിരി നിയന്ത്രിച്ച് അങ്ങനെയുള്ള കാര്യമില്ല. ദൈവം നമുക്ക് ഫ്രീ വില്ല് തന്നിട്ടുണ്ട്. പക്ഷേ ആ ഫ്രീ വില്ലിൽ നമ്മൾ ദൈവത്തെ ചൂസ് ചെയ്യുമോ അതോ ചൂസ് ചെയ്യത്തില്ലയോ, കർത്താവിനെ ചൂസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം, കർത്താവിനെ തിരഞ്ഞെടുക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം ദൈവത്തിന് മുമ്പേ അറിയാമായിരുന്നു. ആ കർത്താവ് മുമ്പേ അറിഞ്ഞവരെയാണ് കർത്താവ് മുൻ നിർണ്ണയിച്ചതെന്നൊക്കെ നമ്മൾ റോമർ 8:29 വാക്യത്തിലും 1 പത്രോസ് 1:1-2 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കുള്ള ആശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ചില വീഴ്ചകളോ പ്രയാസങ്ങളോ പരാജയങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അയ്യോ ദൈവം എന്നെ കൈവിട്ട് പോയോ, ഞാൻ പാപത്തിൽ വീണുപോയി, അതുകൊണ്ട് കർത്താവ് എന്നെ അങ്ങനെ എന്നെ ക്ഷമിക്കത്തില്ലായിരിക്കും, കർത്താവ് എന്നെ കൈവിട്ട് കളഞ്ഞായിരിക്കും എന്ന് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ നമ്മളുടെ ഈ വീഴ്ചകളും താഴ്ചകളും ഒക്കെ അറിഞ്ഞ് ഇത് എഴുതിയ പത്രോസ് 1:1-2 വാക്യങ്ങളിൽ തന്നെ മുൻനിർണയപ്രകാരം തിരഞ്ഞെടുത്തെന്ന് എഴുതിയ പത്രോസ് തന്നെ അതിൽ വലിയ ആശ്വാസം കണ്ടെത്തിയവനായിരുന്നു. എന്ന് വെച്ചാൽ പത്രോസ് 3 തവണ തള്ളി പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ ആ വാക്കുകൾ കർത്താവ് നീ 3 തവണ തള്ളി പറഞ്ഞു, അത് ഇങ്ങോട്ട് മനം തിരിഞ്ഞ് വന്ന് സൗരങ്ങളെ ശക്തിപ്പെടുത്തും എന്നുള്ള ആ ഒരു ലൂക്കോസ് 22:30 മുതലുള്ള വാക്യങ്ങളൊക്കെ, ആ കർത്താവ് പറഞ്ഞ വാക്കുകളൊക്കെ പരിശുദ്ധാത്മാവ് പത്രോസിനെ ഓർപ്പിച്ച് അവന് ആശ്വാസം കണ്ടെത്തി. കർത്താവ് മുമ്പേ പറഞ്ഞായിരുന്നു, ശരിയാണ് ഞാൻ തള്ളി പറഞ്ഞെങ്കിലും കർത്താവിന് മുമ്പേ അറിയാമായിരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പരാജയങ്ങളും വീഴ്ചകളൊക്കെ വരുമ്പോഴും നമ്മൾ അതിലൊരു നിരാശ ഉണ്ട്. ഓഫ് കോഴ്സ് പാപബോധമുണ്ട്, നമ്മൾ മാനസാന്തരപ്പെടുന്നു, കർത്താവിനോട് മാപ്പ് ചോദിക്കുന്നു. എന്നാൽ നമ്മളൊരു നിരാശ, ഒരു കുറ്റബോധം, ഒരു കോണ്ടംനേഷൻ, ഒരു കുറ്റബോധത്തിൻ്റെ ആവശ്യത്തിലെന്ന് കർത്താവ് മുമ്പേ എന്നെ ലോകസ്ഥാപനത്തിന് മുന്നമേ എൻ്റെ പേര് എവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ റോമർ 13:8 വാക്യം 2 രീതിയിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ രണ്ടും ദൈവജനത്തിലെ സത്യത്തിനോട് ചേർന്ന് നിൽക്കുന്ന കൂട്ടുവാക്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. കർത്താവ് ലോകസ്ഥാപനത്തിന് മുന്നമേ അറക്കപ്പെട്ടു, അതുപോലെ തന്നെ ലോകസ്ഥാപനത്തിന് മുന്നമേ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആ പേര് എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയാണ് ആരെ നമസ്കരിക്കാൻ പോകുന്നത്, ഈ മൃഗത്തെ നമസ്കരിക്കാൻ പോകുന്നത്. ഇന്നും അനേകര് മൃഗങ്ങളെ നമസ്കരിക്കുന്നവർ ഉണ്ട്, നമുക്കറിയാം. എന്നാൽ അക്ഷരികമായിട്ട് ആ ഒരു ക്രിസ്തുവാകുന്ന ആ ഒരു മൃഗത്തെ നമസ്കരിക്കുന്ന ആ ഒരു കാര്യം, അന്ന് വരുന്നൊരു കാര്യം നമുക്കറിയാം. അന്ന് പറയുന്നൊരു കാര്യം നമ്മൾ ഇവിടെ വായിക്കുന്ന ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേര് എഴുതിയിട്ടില്ലാത്ത എന്നുള്ള രീതിയിൽ നമുക്ക് ആ വചനം അങ്ങനെയും ട്രാൻസ്ലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേര് ലോകസ്ഥാപനത്തിന് മുൻപേ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെ. അപ്പോൾ നമ്മുടെ പേര് ലോകസ്ഥാപനത്തിന് മുൻപേ എഴുതിയിട്ടുണ്ട് എന്നുള്ളൊരു നമുക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ഇപ്പം വായിച്ചതുപോലെ ഈ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഇന്നും ലോകത്തിൽ വ്യാപരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ജീവൻ്റെ പുസ്തകത്തിൽ പേരുള്ളതിനാൽ ഇന്ന് ക്രിസ്തുവിൻ്റെ ആത്മാവിന് മുമ്പിൽ തലകുനിക്കുവാൻ നാം വിസമ്മതിക്കുന്നു. കർത്താവേ, അവിടുന്ന് എൻ്റെ പേര് അവിടുത്തെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകം, ജഡം, പിശാച്. ലോകം എന്ന് പറഞ്ഞാൽ കൺമോഹൻ, ജഡമോഹൻ, ജീവനത്തിൻ്റെ പ്രതാപം 1 യോഹന്നാൻ 2:16. മണി, ഓണ, പ്രഷേഴ്സ്, അതിൻ്റെയൊക്കെ ആ സ്വാധീനത്തിലേക്ക് നമ്മൾ വീണുപോകാതെ ദൈവത്തിൻ്റെ ഇഷ്ടമാണോ മണി, ഓണ, പ്ലഷേഴ്സ്, പണം, മനുഷ്യമാനം, ജടിക സുഖങ്ങൾ, അതിൻ്റെ ആ ഒരു മായാവലയത്തിലേക്കാണോ നമ്മൾ പോകുന്നത്? അപ്പോൾ ആ ഒരു കാര്യങ്ങളുടെ ക്രിസ്തുവിൻ്റെ ആത്മാവിലേക്ക് അതിനാൽ മലീമസപ്പെടാതിരിക്കാൻ തക്കവണ്ണം കർത്താവേ, അവിടുന്ന് എന്നെ തിരഞ്ഞെടുത്ത് അവിടുന്ന് എൻ്റെ പേര് എഴുതി വെച്ചിട്ടുള്ളവനാണ്, അതുകൊണ്ട് ഞാൻ ഇവയൊന്നും നമസ്കരിക്കത്തില്ല എന്നുള്ള ആ ഒരു സമർപ്പണത്തോടായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കും. നമുക്ക് ആ 9ാമത്തെ വാക്യവും ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണല്ലോ ഉണ്ടല്ലോ. അടുത്ത ഇനിയിപ്പോൾ ആ 9ാമത്തെ വാക്യം ജസ്റ്റിൻ ബ്രദർ അത് ഡിസ്പ്ലേ ചെയ്യുമോ, വായിക്കുമോ? 13 വാക്യം 9. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ പ്രയോഗം 2-3 അധ്യായങ്ങളിൽ പഠിച്ചത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവിടെ ജയാളിക്ക് വേണ്ടിയുള്ള വിളിയാണ് നാം കേട്ടത്. ജയിക്കുന്നവന് ഞാൻ കൊടുക്കും, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവിടെ നാം എന്താണ് കേൾക്കേണ്ടത്? ജയാളിയാകുവാനുള്ള ആഹ്വാനം. ക്രിസ്തുവിന്റെ ആത്മാവിനെ ജയാളിയാകുവാനുള്ള ആ വിളി ഇവിടെ ആവർത്തിക്കുകയാണ്. മനുഷ്യ ആരാധനയ്ക്കായുള്ള താല്പര്യത്തെ അതിജീവിക്കാൻ, ഭൗതിക നേട്ടങ്ങൾക്കോ ജനപ്രീതിക്കോ മറ്റെന്തിനെങ്കിലുമോ വേണ്ടി ഒരു മനുഷ്യന്റെ മുമ്പിലും മുട്ടുമടക്കരുത്. ഭൗമികമായ എന്തെങ്കിലും നേടാനായി നിങ്ങളുടെ ആദർശങ്ങൾ ബലികഴിക്കരുത്.
മനുഷ്യമാനം ലഭിക്കുവാനായി ഒരു ഒത്തുതീർപ്പുകാരനാകാതിരിക്കുക. അനീതിയായി എന്തെങ്കിലും നടത്തി കിട്ടുവാൻ ആർക്കും കൈക്കൂലി കൊടുക്കരുത്. നിങ്ങളുടെ കരങ്ങളെ ആ മട്ടിൽ കളങ്കപ്പെടുത്താതിരിക്കുക. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാവരും കേൾക്കുകയില്ല തീർച്ച, പക്ഷേ ചുരുക്കം ചിലർ കേൾക്കും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മളിപ്പോൾ ആ വെളിപാട് 13-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം, ചെവിയുള്ളവൻ കേൾക്കട്ടെ. വളരെ ചെറിയൊരു വാക്യമാണ്, എന്നാൽ അത് കർത്താവിൻ്റെ തിരുവചനങ്ങളിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം പുറപ്പെട്ടിട്ടുള്ള വാക്യമാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ സുവിശേഷങ്ങളിലെല്ലാം കൂടെ 8 തവണ ഈ വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായി 13:15, മത്തായി 11:15, മത്തായി 11:15 വായിക്കുന്നുണ്ട്, 13:9 വായിക്കുന്നുണ്ട്, 43 വായിക്കുന്നുണ്ട്, പിന്നെ മർക്കോസ് 4:9, 23, 7:16, ലൂക്കോസ് 8:8, 14:35, അങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8 തവണ സുവിശേഷങ്ങളിൽ യേശു കർത്താവ് തന്നെ പറയുന്നതായിട്ട് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നുള്ള കാര്യം സുവിശേഷങ്ങളിൽ 8 തവണ പറഞ്ഞിട്ടുണ്ട്. വെളിപാട് പുസ്തകത്തിൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? 7 സഭകളോട് 7 തവണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പിന്നെ വെളിപാട് 13-ാമത്തെ വാക്യത്തിൽ 8-ാമത്തെ തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർ സിമെട്രിക്കലായിട്ട് ദൈവവചനം ദൈവാത്മാവിനാൽ നിശ്വാസം ആയതുകൊണ്ട് വളരെ സിമെട്രിക്കലായിട്ട് ദൈവം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. സുവിശേഷങ്ങളിലെ കർത്താവ് 8 തവണ പറഞ്ഞിട്ടുണ്ട്. വെളിപാട് പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് 8 തവണ, 7 തവണ സഭകളോട്, ഈ 8-ാമത്തെ തവണ ഇപ്പം നമ്മളിപ്പം വായിച്ച വെളിപാട് 13-ാമത്തെ വാക്യം, അവിടെ സഭകളോടൊക്കെ കേൾപ്പാൻ ചെവിയുള്ളവൻ ഓരോ സഭയോടുള്ള ദൂത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് ആ സഭയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ആർക്കൊക്കെ കേൾപ്പാൻ ചെവിയുണ്ടോ അത് നമ്മൾ ഇപ്പം വെളിപാട് 2-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ നമ്മളെന്താ വായിക്കുന്നത്? വെളിപാട് 2:7 ആത്മാവ്, അതായത് പരിശുദ്ധാത്മാവ് സഭകളോട് പറയുന്നത്, ആ എഫേസ സഭയോട്, അന്നത്തെ ആ എഫേസ സഭയോട് മാത്രമല്ല, ഇത് നമ്മുടെ സഭയോട്, നമ്മളോട് ഓരോരുത്തരോടും പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇപ്പം നമുക്കെല്ലാവർക്കും ഈ ചെവിയുണ്ട്, എന്താ പറയുക, ഇപ്പം ഈ മെഡിക്കൽ സയൻസിൽ ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ എന്നൊക്കെ പറയും. ഇതെല്ലാം നമ്മളുടെ തൊടാൻ പറ്റുന്ന കാര്യങ്ങൾ, അതെല്ലാം നമുക്കുണ്ട്. അപ്പോൾ ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ എന്ന് മെഡിക്കൽ സയൻസ് പറയുന്ന ഈ 3 കാര്യങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നേ. പക്ഷേ കർത്താവ് പറയുന്നത് ആത്മാവിൻ്റെ, ഹൃദയത്തിൻ്റെ ചെവി, നമ്മൾ ആത്മാവിൽ കാണുന്നു, കേൾക്കുന്നു, ടച്ച് ചെയ്യുന്നു, സ്മെല്ല് ചെയ്യുന്നു, ടേസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഞായറാഴ്ചകളിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ചിന്തിച്ചതുപോലെ ആ ആത്മാവിൻ്റെ ചെവി, അത് വീണ്ടും ജനിച്ച ഒരാൾക്കാണ് ആത്മാവിൻ്റെ ഒരു ചെവി ഉള്ളത്. പിന്നെ വീണ്ടും ജനിക്കാത്തവർക്കാണെങ്കിൽ പോലും അവരുടെ ആ ഇച്ഛാശക്തിയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകളോട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു സെൻസിറ്റിവിറ്റി ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പം അവിശ്വാസികളാണെങ്കിൽ പോലും അവർ കർത്താവിലേക്ക് വരുന്ന പ്രോസസ്സിൽ അവർ ആ കർത്താവിനെ ഇപ്പം ഞാൻ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഈ ഒരു വിശ്വാസത്തിൽ വന്ന ആളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം എന്നാൽ കൊച്ചുനാൾ മുതൽ പല ദൈവോന്മുഖമായിട്ടുള്ള പല പ്രേരണകളൊക്കെ ഒരു ചെറിയ ഒരളവിലൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ ദൈവം സഹായിച്ചു. അങ്ങനെ കർത്താവിലേക്കുള്ള ഒരു ആകർഷണം ഉണ്ടായിരുന്നു. കർത്താവിലേക്ക് കൂടുതലായിട്ട് ആകർഷിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. അവസാനം ദൈവം തന്നെ നന്നായിട്ടൊന്ന് തകർത്തപ്പോഴത്തേക്കും ദൈവത്തിൻ്റെ വചനം ഒരു വെളിപ്പാടായിട്ട് ദൈവാത്മാവ് കർത്താവിൻ്റെ സ്നേഹത്താൽ ഒന്ന് നിറച്ച് കല്ലുകളുള്ള ഹൃദയമൊക്കെ മാറ്റി മാംസമായ ഹൃദയമൊക്കെ തന്നു. ആ ഒരു 24 വർഷം മുമ്പ് 1999 ഡിസംബർ മാസം 19-ാം തീയതി ഞായറാഴ്ച രാവിലെ ഒരു 6:15 മണിയായപ്പം. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ സംവേദനക്ഷമത, ആ ഒരു അവിശ്വാസികളെ സംബന്ധിച്ചുള്ള അവരുടെ ആത്മാവ് ഡെഡാണ്, ആത്മാവ് മരിച്ച അവസ്ഥയിലാണെങ്കിൽ പോലും ദൈവോന്മുഖമായിട്ട് ദൈവത്തിൻ്റെതായ കാര്യങ്ങളോട് പ്രതികരിക്കാനുള്ളൊരു മനസ്സ്. വീണ്ടും ജനിച്ചവർക്ക് നമ്മളിൽ മനുഷ്യനായിട്ട് തന്നെ ആത്മാവ് തന്നെ ഒരു ശിശുവായിട്ട് ജനിച്ചിരിക്കുന്നു. ആ ശിശുവിന് ആത്മാവിലുള്ള ചെവി, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മളിവിടെ കോണ്ടെക്സ്റ്റിൽ എന്താ വായിക്കുന്നത്? വെളിപാട് 13-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിലായത് നമ്മൾ വായിക്കുന്നതിന് തൊട്ട് മുമ്പ് ആര് നമസ്കരിക്കുമെന്ന്, ആരെ നമസ്കരിക്കുന്നു പറഞ്ഞാൽ ഭൂവാസികളൊക്കെ ഈ മൃഗത്തെ നമസ്കരിക്കും, ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മളും ഇന്നും എന്താ പറയുന്നത്, ഈ ലോകത്തിൻ്റെതായ വ്യവസ്ഥയ്ക്ക്, അതായത് പിശാചിന് പല രീതിയിൽ നമസ്കരിക്കാൻ, ചില കള്ളത്തരം ചെയ്ത് കുറച്ച് കൂടുതൽ പൈസ നേടുവാൻ, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ചില വിട്ടുവീഴ്ച മനോഭാവം, ചില
കയ്പ്, വിരോധങ്ങൾ, ചില പാപ സ്വഭാവങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മളൊരു മാനസാന്തരമില്ലാതെ നമ്മളെ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ടേ നമ്മൾ ഇരിക്കുവാണെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ എങ്ങോട്ടാ ഈ മൃഗത്തെ നമസ്കരിക്കുന്ന ആ പാതയിലേക്ക്, ഒരു വിശാലമായ പാതയിലേക്ക് നമ്മൾ പോകുന്നത്. എന്നാൽ നമ്മൾ സാത്താൻ്റെ ഓരോ പ്രലോഭനത്തിൻ്റെ ആ സമയത്ത് ഇത് ഈ പാപത്തിൽ ഞാൻ കീഴ്പ്പെട്ട് കൊടുത്താൽ, ഞാൻ ഈ പരദൂഷണത്തിൽ അല്ലെങ്കിൽ ഈ കോപത്തിൽ, ഈ ഒരു മോഹത്തിൽ, ഈ ഒരു പരാതിയിൽ, പെറുവെറുപ്പിൽ, ഈ ഒരു ആകുല ചിന്തയിൽ, നിരാശയിൽ, ഈ ഒരു നിഗളത്തിനൊക്കെ ഞാൻ വഴിപ്പെട്ട് കൊടുത്താൽ ഞാൻ ഈ പിശാചിന് മുട്ടുമടക്കുന്നതിന് തുല്യമാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, എന്നൊരു കാര്യം നമുക്കപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മളുടെ ആത്മാവിൻ്റെ ചെവിയിലോട് പറയുമ്പോൾ, നീ ഈ ഒരു സമയത്ത് നീ അവർ പ്രതികരിച്ചതുപോലെ നീയും ദേഷ്യപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പറയുവാണ്, അല്ല നീ അക്ഷമനായിട്ട് ഒരു ക്ഷമയില്ലാതെ ഭയങ്കര ഇങ്ങനെ കർത്താവിന് ചേരാത്ത രീതിയിലുള്ള ആ ഒരു ആകുല ചിന്തയും കാര്യങ്ങളിലും, അല്ലെങ്കിൽ വല്ലാതൊരു നിരാശയോ എനിക്കാരും ഇല്ലേ എന്ന് പറഞ്ഞുള്ള ഒരു നിരാശയിലും ഒക്കെ അങ്ങനെ നിന്നെ തന്നെ പഴിച്ചുകൊണ്ട് ഇരിക്കുവാണെങ്കിൽ നീ പിശാചിന് ചെവി കൊടുക്കുക ചെയ്യുന്നേ. നീ ദൈവത്തിന് ചെവി കൊടുത്ത് കർത്താവിന് കീഴ്പ്പെട്ട് പരിശുദ്ധാത്മാവ് എന്താ പറയുന്നത് ഈ സമയത്ത്, കർത്താവ് എന്താ എന്നോട് പറയുന്നത് എന്നുള്ള കാര്യം കേൾപ്പാനായിട്ടുള്ളൊരു ചെവി നിനക്ക് വേണം. അതാ നമ്മൾ ഇപ്പോൾ ഇവിടെ പുസ്തകത്തിൽ നമ്മളിപ്പം വായിച്ചു, മനുഷ്യരെ ആരാധിക്കുന്നതെന്ന് ഉള്ളൊരു നമ്മളെ എന്തൊക്കെയായി 2-3 അധ്യായങ്ങളിൽ നമ്മൾ 7 തവണ വായിച്ചു, ഇപ്പം 8ാമത്തെ തവണ നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഇവിടെ ഇത് മനുഷ്യാരാധനയ്ക്കുള്ള താല്പര്യത്തെ, അതായത് മറ്റുള്ളവർ നമ്മളെ അങ്ങ് പുകഴ്ത്തണം, അല്ലെങ്കിൽ ഭൗതിക നേട്ടങ്ങൾക്ക്, ജനപ്രീതിക്ക്, അതുപോലെ വേറെ പല പല കാര്യങ്ങൾക്കായിട്ടൊക്കെ നമ്മൾ സാത്താൻ്റെ മുമ്പാകെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ മുട്ടുമടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇപ്പം പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾ പരീക്ഷയിൽ കോപ്പി അടിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് അർഹിക്കാത്ത ചില കാര്യങ്ങൾ നമ്മളത് പിടിച്ചു വെക്കുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ, ഭൗമികമായുള്ള കാര്യങ്ങൾക്കായിട്ട് ആദർശങ്ങളൊക്കെ ബലി കഴിക്കുന്ന കാര്യവും, അങ്ങനെയുള്ള അനീതിക്കായിട്ട് ഒക്കെയുള്ള കൈക്കൂലിയുടെ കാര്യവും, അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഒരു പിശാചിനെ നമ്മൾ അറിയാതെ വർഷിപ്പ് ചെയ്യുന്നു പോകുന്നതാണ്. നമ്മൾ ക്രൂശിൽ നമ്മെ തന്നെ മരിപ്പാനായിട്ട് ഏൽപ്പിക്കുന്നില്ലെങ്കിൽ നമ്മൾ പിശാചിനെ അറിഞ്ഞോ അറിയാതെ ആരാധിക്കുകയാണെന്നുള്ളൊരു കാര്യം സാഗ്ബേറ കഴിഞ്ഞ സൺഡേയിലുള്ള മീറ്റിങ്ങിൽ പറഞ്ഞത് ഞാനിപ്പം കേൾക്കുമായിരുന്നു. അതായത് നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിനെ ആരാധിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ തന്നെ ജീവനുള്ള യാഗമായിട്ട് നമ്മൾ തന്നെ സമർപ്പിക്കുമ്പോഴാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ സ്വയം ക്രൂശിൽ നമ്മെ തന്നെ മരണത്തിനായിട്ട് ഏൽപ്പിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. കർത്താവെ, ഞാൻ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തെ അവിടെ ആരാധിക്കുക. പക്ഷേ ഞാൻ ഈ ക്രൂശിൽ എന്നെ തന്നെ മരണത്തിനായിട്ട് ഏൽപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ആരെ ആരാധിക്കുന്നേ? ഈ ഒരു പിശാചിൻ്റെ ആ ഒരു തലത്തിലേക്ക്, പിശാചിനെ ആരാധിക്കുന്ന, അറിഞ്ഞോ അറിയാതെയോ പിശാചിനെ ആരാധിക്കുന്ന ഒരു തലത്തിലേക്കാണ് ഞാൻ പോകുന്നത്. നമ്മളെ ഒരു കുറ്റം വിധിയിലേക്ക് പോകാൻ വേണ്ടിയുള്ളൊരു കാര്യമല്ല, മറിച്ച് അതിൻ്റേതായ ഒരു സട്ടിലായിട്ടുള്ള ആ ഒരു ആഴം മനസ്സിലാക്കാൻ വേണ്ടി. അത് പറയുന്നത് 2 വാക്യങ്ങൾ പുറത്തിണക്കിക്കൊണ്ട്, അതായത് മത്തായി 4 അധ്യായത്തിൽ പിശാച് തന്നെ ആരാധിക്കാനായിട്ട് പറയുമ്പോൾ കർത്താവ് ഗെറ്റ് ബിഹൈൻഡ് മീ സേറ്റൻ എന്ന് പറയുന്നുണ്ട്, എന്നെ വിട്ടുപോ പിശാചി എന്ന് പറയുന്നുണ്ട് മത്തായി 4 അധ്യായത്തിൽ. അതേ മത്തായിയുടെ സുവിശേഷം 16 അധ്യായത്തിൽ കർത്താവ് ഗെറ്റ് ബിഹൈൻഡ് മീ സേറ്റൻ ആരോടാ പറഞ്ഞേ? പത്രോസിനോടാണ് പറഞ്ഞത്, തന്നെ പ്രിയ ശിഷ്യനായ പത്രോസ് എന്ത് പറഞ്ഞപ്പോഴാണ്? നീ ക്രൂശി മരിക്കരുത് എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് സാത്താൻ്റെ ശബ്ദമാണെന്ന് പറഞ്ഞ് ഗെറ്റ് ബിഹൈൻഡ് മീ സേറ്റൻ, എന്നെ വിട്ടുപോ പിശാചി എന്ന് അതേപോലെ തന്നെ അവിടെ പറയുന്നത്. അപ്പോൾ കർത്താവ് മത്തായി 4 അധ്യായത്തിലും 16 അധ്യായത്തിലും പറഞ്ഞ ആ ഗെറ്റ് ബിഹൈൻഡ് മീ സേറ്റൻ എന്നുള്ള ആ പ്രയോഗങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? സാത്താൻ്റെ വോയിസാണ് സാത്താനെ ആരാധിക്കാൻ പറയുന്നത്. സാത്താൻ്റെ വോയിസ് ക്രൂശിലേക്ക് പോകരുതെന്ന് പറയുന്നത്. ക്രൂശിലേക്ക് പോകരുതെന്ന് പറഞ്ഞത് നമ്മുടെ പ്രായോഗികമായിട്ടുള്ള തരത്തിൽ നമ്മളിപ്പോൾ ഒരാൾ നമ്മളോട് വളരെ പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മളെ ഉപദ്രവിക്കുന്നു, കളിയാക്കുന്നു, അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നു. അപ്പോൾ നമ്മൾ ക്രൂശിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? കർത്താവ്, ഞാൻ ഈ ഒരു സമയത്ത് എനിക്ക് തിരിച്ചെന്തെങ്കിലുമൊക്കെ പറയാനോ അല്ലെങ്കിൽ അയാളോട് കൈപ്പാട്ടിരിക്കാനോ ഒക്കെയാണ് എൻ്റെ ഇഷ്ടം. പക്ഷേ കർത്താവ്, ഞാനിവിടെ അങ്ങ് എന്നെ തന്നെ താഴ്ത്തുന്നു. കർത്താവ്, ഞാൻ മരിക്കുന്നു, അവിടുത്തെ ജീവനായി നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ, എന്നെ തന്നെ താഴ്ത്തി ഒരു വട്ടപൂജ്യമായിട്ട് കർത്താവിന് വിഭാഗം താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നിൽ നിറഞ്ഞ് ഞാൻ അവിടെ കർത്താവിനെ ആരാധിക്കുക ചെയ്യുന്നത്. പക്ഷെ ഞാനിവിടെ കർത്താവിനെ ആരാധിക്കാതെ ഞാനിങ്ങനെ കൈപ്പായിട്ടും വിരോധമായിട്ടും അവനത് 2 പഠിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ, ഞാൻ ആരാമോൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ 2 വാക്ക് തിരിച്ച് പറയൂ. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ കൈപ്പം കലുഷിതമായിട്ടുള്ള ആ ഒരു മനസ്സോടെ നമ്മൾ ആയിരിക്കുമ്പം നമ്മൾ യഥാർത്ഥത്തെ ആരെ ആരാധിക്കുന്നത്? ക്രൂസിലേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടുള്ള സാത്താൻ്റെ ശബ്ദം കേട്ട് സാത്താൻ്റെ മുമ്പാകെ മുട്ടുമടക്കുക ചെയ്യുന്നു, അറിഞ്ഞോ അറിയാതെ.
ആ ഒരു കാര്യം, അതാ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നുള്ളത്. അത് ആ പിശാചിനെ എല്ലാവരും, മൃഗത്തെ എല്ലാവരും, പിശാചിനെയും മൃഗത്തെയും എല്ലാവരും, പിശാചിനെ എതിർ ക്രിസ്തുവിനെ എല്ലാവരും ആരാധിക്കുന്ന ഒരു സമയത്ത് നമുക്കവിടെ കേൾക്കാനൊരു ചെവി വേണം. നെബൂഖദ്നേസറിൻ്റെ ആ ബിംബത്തെ ആരാധിക്കാനായിട്ട് എല്ലാവരോടും പറഞ്ഞു. എല്ലാവരും അങ്ങ് മുട്ടുമടക്കി. ആരും മുട്ടുമടക്കിയില്ല. ശദ്രാക്ക്, മേശക്ക്, അബേദ്നെഗോ 3 ചെറുപ്പക്കാരും മുട്ടുമടക്കിയില്ല. അതുപോലെ അവർക്ക് കേൾപ്പാനൊരു ചെവി ഉണ്ടായിരുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് ഇവിടെ മുട്ടുമടക്കാതിരിക്കുക എന്നുള്ളതാണ്. ഹോൾ ക്രൗഡ് എല്ലാവരും കൂടെ മുട്ടുമടക്കാൻ പറയുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ മുട്ടുമടക്കുമ്പോൾ മുട്ടുമടക്കാതെ 3 ചെറുപ്പക്കാർ അവിടെ നെഞ്ചു നിവർത്തി നിന്നു. അവരെ അഗ്നിയിലേക്ക് ഇട്ടെങ്കിലും അഗ്നിക്ക് അവരെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. മറിച്ച് അവരുടെ ബന്ധനങ്ങളെ അഴിക്കാൻ മാത്രമേ അഗ്നിക്ക് കഴിഞ്ഞുള്ളൂ. 4-മനായിട്ട് കർത്താവ് ഉണ്ടായിരുന്നു. നമ്മളിന്നും ആ പാട്ടിലും പാടിയതുപോലെ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലും കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. ഈ അന്ത്യകാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത് നമ്മളുടെ ഈ ജീവിതകാലത്ത് തന്നെ ഏത് ക്രിസ്തുവിൻ്റെ വെളിപ്പെടലും കർത്താവിൻ്റെ 2ാമത്തെ വരവൊക്കെ ഉടനെ ഉണ്ടാവും എന്നുള്ള കാര്യം, എത്ര വർഷമാണെന്നുള്ള കാര്യമൊന്നും നമുക്കറിയത്തില്ലെങ്കിലും ആ കാര്യങ്ങൾ നീങ്ങുന്ന എത്ര നാളുണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറയുന്ന ഒരു ദിവസം ഇത് ക്രിസ്തുവിൻ്റെ ഒരു ഏകലോക ഭരണാധികാരിയുടെ ഒരു വെളിപ്പെടലുണ്ടാകും. സഭ മഹോപദ്രവത്തിലൂടെ കടന്നു പോകും. നമ്മൾ കർത്താവിൻ്റെ സാക്ഷികളായിട്ട് അവിടെ നിൽക്കേണ്ടി വരും. അവിടെ നമ്മൾ ഭൂവാസികളൊക്കെയും ഈ മൃഗത്തെ ആരാധിക്കുമ്പോൾ മുട്ടുമടക്കുമ്പോൾ അവിടെ നമ്മൾ കർത്താവിനായിട്ടൊരു നിലപാടെടുത്ത് നിൽക്കണം. അതിനായിട്ടുള്ള ചെറിയ ചെറിയ പരീക്ഷണങ്ങളും പല പ്രലോഭനങ്ങളും ഒക്കെയാണ് ദൈവം ഇന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ അവിടെയൊക്കെ നമ്മൾ കാലാളുകളോട് വീണു പോവുകയാണെങ്കിൽ കുതിരകളോട് എങ്ങനെ പടപെട്ടു എന്നൊക്കെ നമ്മളവിടെ യെരമ്യാവ് 12:5 വായിക്കുന്നത് പോലെ ഇന്ന് സമാധാന ദേശത്ത് ദൈവം നമുക്ക് തരുന്ന ആ ഒരു പ്രലോഭനങ്ങളെ പരീക്ഷകളിലൊക്കെ വിശ്വസ്തരായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കും. അപ്പോൾ അതിലും വലിയ കാര്യങ്ങൾ, അല്പത്തിൽ വിശ്വസ്തന് അധികത്തിലും വിശ്വസ്തനായിരിക്കുന്നു. ലൂക്കോസ് 16:10 നമ്മൾ വായിക്കുന്നത് പോലെ അല്പത്തിൽ ദൈവം ഏൽപ്പിക്കുന്ന പല ചെറിയ കാര്യങ്ങളിലൊക്കെ വിശ്വസ്തയോടെ ആയിരിക്കുമ്പോൾ അതിലും വലിയ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കും. ഒരു നാളിൽ ഒരുപക്ഷെ എതിർ ക്രിസ്തുവിനോട് എതിരായിട്ട് നിന്ന് ശക്തിയോടെ പറയാനാണെങ്കിലും നമുക്കൊരു കോസിലുമില്ലാതെ പറയാൻ പറ്റണം. അപ്പോൾ അതിനുവേണ്ടി ഇന്ന് നമ്മൾ കർത്താവിനായിട്ട് നിൽക്കാൻ ദൈവം തരുന്ന ആ സാഹചര്യങ്ങളെ അത് നഷ്ടപ്പെടുത്തി കളയാതെ എല്ലായിടത്തും കർത്താവിൻ്റെ സൗരഭ്യവാസനയായിട്ട് ജയോത്സവമായിട്ട് ക്രൂശിൽ കർത്താവ് ജയോത്സവം കൊണ്ടാടി ഇന്ന് നമ്മൾ എല്ലാ ദിവസവും കർത്താവിൻ്റെ സൗരഭ്യവാസന പകർന്നുകൊണ്ട് എല്ലായിടത്തും ജയോത്സവമായിട്ട് ദൈവത്തിന് നമ്മളെ നടത്താനൊക്കും. നമ്മൾ ആ കഴിഞ്ഞ ഞായറാഴ്ച കണ്ടതുപോലെ ആ ജയോത്സവം എന്നുള്ള ത്രിയംബൂവ് എന്നുള്ള ആ വാക്ക് രണ്ടിടത്ത പുതിയ നിയമത്തിലുള്ളത്. ഒന്ന് ക്രൂശിലെ ജയോത്സവം യേശു കൊണ്ടാടി പിന്നെ നമ്മൾ ജയോത്സവം കൊണ്ടാടിക്കൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. 2 കൊരിന്ത്യർ 2:14 കർത്താവിൻ്റെ സൗരഭ്യവാസനയായിട്ട് ജയോത്സവം ഇന്നും കൊണ്ടാടുന്നൊരു അനുഭവമാണ് യഥാർത്ഥത്തിലുള്ള ഒരു ക്രിസ്തു ശിഷ്യയ്ക്കുള്ളത്. അതിനായിട്ട് കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് 10-ാമത്തെ വാക്യം മുതൽ, വെളിപ്പാട് 13:10 മുതൽ നമുക്ക് അടുത്ത ആഴ്ച തുടർന്ന് ചിന്തിക്കാതെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, നന്ദി കർത്താവേ, നന്ദി. അവിടുത്തെ തിരുവചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളെ അവിടുന്ന് കർത്താവേ ആ അന്ത്യകാലത്ത് കർത്താവേ ജീവിക്കുവാനുള്ളൊരു ഭാഗ്യപദവി ഞങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ. അവിടുത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നുവല്ലോ കർത്താവേ. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ കാര്യങ്ങളിലൊക്കെ വിശ്വസ്തനായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണേ കർത്താവേ. എവിടെയെങ്കിലുമൊക്കെ വീഴ്ചകളും കർത്താവേ താഴ്ചകളൊക്കെ കാണുമ്പോൾ അവിടെ ഞങ്ങളെ തന്നെ ന്യായീകരിച്ച് ഞങ്ങളെ തന്നെ ഉയർത്താതെ, മറിച്ച് കർത്താവേ ഞങ്ങൾ ക്രൂശിൽ മരിച്ച് കർത്താവേ ഞങ്ങളെ തന്നെ താഴ്ത്തി അവിടുത്തെ രക്തത്താൽ വീണ്ടും കഴുകപ്പെട്ട് അവിടുത്തോട് ചേർന്നിരിപ്പാൻ തിട്ടമായിട്ട് അവിടുന്ന് തന്നെ മണിയറയിൽ ചേർക്കുമെന്ന് ഞങ്ങൾ പാടിയതുപോലെ കർത്താവേ അവിടുത്തോടൊപ്പം ചേർന്ന് കർത്താവേ ഈ ലോകത്തിൻ്റെ ആത്മാവിനെ ജയിപ്പാൻ കർത്താവേ ജഡമോഹൻ ജീവനത്തിൻ്റെ പ്രതാപത്തേക്ക് ജയിച്ച് ജയോത്സവമായിട്ട് ഒരു ദിവസവും സാത്താൻ്റെ തല വീണ്ടും കർത്താവേ ഞങ്ങളുടെ കാൽ കീഴിൽ ചവിട്ടി അരച്ചുകൊണ്ട് കർത്താവേ ക്രിസ്തുവിൽ ജയോത്സവമായിട്ട് നടപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണം, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി. പ്രാർത്ഥന കേട്ടതിനെ സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ.